ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈസിങ് അണ്ടർ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. അതിൽ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് നമ്മൾ നോക്കി. വാട്ട് ആർ ദ ഡിഫറെന്റ് 4 ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. സോ നമ്മൾ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ 4 സ്ട്രക്ചർ ഉണ്ട്. On the extreme sides, we have perfect competition and monopoly. In perfect competition, there are large number of sellers and all of them are selling homogeneous product. Same product ആണ് ഇവർ സെല് ചെയ്യുന്നത്. Whereas monopolyയുടെ കേസിൽ there is only one seller and he is selling unique product. Okay, so perfect competitionൽ നമ്മൾ അവരെ പ്രൈസ് ടേക്കർ എന്ന് പറയും, because there are large number of sellers and each of them are selling same product, homogeneous product. They are price takers. Okay, on the other side, in case of monopoly, we call them as price setters, because there is only one seller, so they can set their own price. Theoretically they can set any price they want. Theoretically അങ്ങനെ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് രണ്ട് എക്സ്ട്രീമിൽ. പിന്നെ in the middle we have monopolistic competition and oligopoly. Monopolistic competition is very similar to perfect competition, since അവിടെയും large number of sellers ഉണ്ട്, but the difference is that they are selling differentiated products. Okay, rather than homogeneous product, they are selling differentiated products. നമ്മൾ ടൂത്ത്പേസ്റ്റ്, ടൂത്ത് ബ്രഷിന്റെ എക്സാമ്പിൾ നോക്കി, എല്ലാം differentiated products ആണ്. സോ അതുകൊണ്ട് തന്നെ in case of monopolistic competition, they have small amount of market power. അവർക്ക് കുറച്ച് മാർക്കറ്റ് പവർ ഉണ്ട്. അവര് പ്യൂർലി പ്രൈസ് ടേക്കേഴ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല. they have some control over the price. Okay, നമ്മൾ നോക്കും, പ്രൈസിങ് നോക്കിയിട്ടില്ല, നമുക്ക് നോക്കാം. And the next one is oligopoly. Oligo means few ആണ്. അപ്പൊ few sellers, അവിടെ എന്താണ്, they are selling in identical or differentiated. രണ്ടും വരാം. നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. അവിടെ ഉള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഡിഗ്രി ഓഫ് ഇന്റർഡിപെൻഡൻസ് ആണ്. there are only few firms, so there is high interdependence between them. Okay, അവർ തമ്മിൽ ഡിപെൻഡന്റ് ആണ്. action taken by one firm is going to affect all others in the market. Okay, so ഇതൊക്കെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ. നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ അല്ല പഠിക്കേണ്ടത്, നമ്മൾ പഠിക്കാൻ പോണത് പ്രൈസിങ് ആണ്. ഓക്കെ, സോ നമുക്ക് എല്ലാവരും വന്നോ നോക്കിക്കോട്ടെ. ഓക്കെ, സോ നമുക്ക് പ്രൈസിങ് നോക്കാം. മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് നോക്കി, ഇനി നമുക്ക് പ്രൈസിങ് അണ്ടർ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. ഇതേപോലെ തന്നെ നമുക്ക് 4ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, oligopoly and monopoly. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നോക്കിയേ, ആദ്യം നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസ് നോക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നോ കൺട്രോൾ ഓവർ മാർക്കറ്റ്. ഇവർക്ക് നോ കൺട്രോൾ ഓവർ ദ മാർക്കറ്റ് ആണ്. ഓക്കെ, ദേ ആർ മിയർലി പ്രൈസ് ടേക്കേഴ്സ്. സോ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they can decide only the quantity to sell. Okay, so ഇവർക്ക് നമ്മളുടെ കമ്പനി ഇപ്പോൾ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണ് പ്രൊഡക്റ്റ് ഇറക്കണമെങ്കിൽ we have no control over the price. നമുക്ക് മാർക്കറ്റിൽ കൺട്രോൾ ഇല്ല. we are price takers. നമുക്ക് അവിടെയുള്ള പ്രൈസ് എന്താണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. and we can decide only the quantity to sell. എത്ര സെല്ല് ചെയ്യണം അത് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ നോർമലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
normally can produce and sell until MR is equal to MC. നമുക്ക് MR MC ആവണ പോയിന്റ് വരെ എന്ത് ചെയ്യാൻ പറ്റും? മാർജിനൽ റവന്യൂ ഇസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് അവിടം വരെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ആ പോയിന്റ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണത്? മാർജിനൽ കോസ്റ്റ് ആയിരിക്കും കൂടുതൽ. മാർജിനൽ റവന്യൂവിനേലും മാർജിനൽ കോസ്റ്റ് ആയിരിക്കും കൂടുതൽ. അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സോ ഇതൊരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ് ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പ്രാക്ടിക്കലി പറയണ പോലത്തെ ഒരു സംഭവം അല്ല, ഒരു തിയറിറ്റിക്കൽ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ദേ ക്യാൻ സെൽ, ഒരു ഗ്രാഫ് വെച്ചിട്ടാണ് പറയുന്നത്, ദേ ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് സെൽ അൺടിൽ MR ബിക്കംസ് ഈക്വൽ ടു MC. ഓക്കെ, സോ അടുത്തത് നമുക്ക് മോണോപ്പൊളി നോക്കാം. നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് നമുക്ക് മോണോപ്പൊളി നോക്കാം. സോ തിയറിറ്റിക്കലി മോണോപ്പൊളി ആണെങ്കിൽ വി ക്യാൻ ഫിക്സ് എനി പ്രൈസ്. ഓക്കെ, നമുക്ക് എന്ത് പ്രൈസ് വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. ബട്ട് പ്രൈസ് വിൽ ബി ബേസ്ഡ് ഓൺ elasticity of demand. Price will be based on elasticity of demand. For example, റെയിൽവേയുടെ കാര്യമില്ല നമ്മൾ പറഞ്ഞ. അപ്പൊ റെയിൽവേ ടിക്കറ്റിന്റെ കേസ് ഞാൻ ഇത് പറയണേ എക്സാമ്പിൾ എഴുതണമെന്നില്ല. റെയിൽവേ ടിക്കറ്റിന്റെ കേസ് ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ. സി, ആകെ ഇന്ത്യൻ റെയിൽവേ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എറണാകുളത്ത് നിന്ന് എവിടേക്കെങ്കിലും പോകണം, അവർക്ക് എന്ത് പ്രൈസ് വേണമെങ്കിലും ചാർജ് ചെയ്യാം അല്ലെ, വേറെ ആരും ഒന്നും ചോദിക്കാനൊന്നുമില്ല. ഒബ്വിയസ്ലി കുറച്ച് റെഗുലേഷൻസ് ഉണ്ട് കേട്ടോ റെയിൽവേയുടെ കേസിൽ. പക്ഷെ തിയററ്റിക്കലി എന്ത് പ്രൈസ് വേണമെങ്കിലും ചാർജ് ചെയ്യാം. വേറെ റെയിൽ ഇല്ലില്ല, അവര് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരെന്ത് പ്രൈസ് ചാർജ് ചെയ്യാലും എന്താ പ്രശ്നം? നമുക്ക് വേറെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ പോകത്തില്ല അഫോർഡബിൾ അല്ലെങ്കിൽ. സോ അവരെങ്ങനെ സെറ്റ് ചെയ്യുള്ളൂ? Theoretically they can fix any price, but the price will be based on elasticity of demand. ഏറ്റവും കൂടുതൽ ആ ഒരു പ്രൈസ് ഡിമാൻഡ് ഒരു എന്താ പറയണ ആ ഇലാസ്റ്റിസിറ്റി നോക്കിയിട്ട് ഒപ്റ്റിമം പ്രൈസിലെ അവര് അതുകൊണ്ട് നിർത്തുള്ളൂ. They will set the price at an optimum range. ഓക്കെ, ആ റേഞ്ചിന് പറയണത് പ്രൈസ് അറ്റ് വിച്ച് പ്രോഫിറ്റ് is maximum. ഓക്കെ, നമ്മളുടെ ലോ ഓഫ് ഡിമാൻഡ് ഇല്ലേ, ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് കുറയും തോറും when we reduce price, demand will increase. So there will be a particular point at which the profit is maximum. ആ ഒരു പ്രൈസ് ഇൻറ്റു യൂണിറ്റ്സ് ചെയ്ത് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന സ്ഥലം ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ 1000 രൂപ വെച്ച് കഴിഞ്ഞാൽ 2 പേരേ പോകുള്ളായിരിക്കും. പക്ഷെ 10 രൂപ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3000 പേര് പോകും. അപ്പോൾ ഏത് പോയിന്റിൽ വെച്ചാണോ പ്രോഫിറ്റ് മാക്സിമം കിട്ടുന്നത് അവിടെ വെച്ചിട്ട് ആ ഒരു പ്രൈസ് ഡിസൈഡ് ചെയ്യും. പ്രൈസ് അറ്റ് വിച്ച് പ്രോഫിറ്റ് ഇസ് മാക്സിമം. ഓക്കെ, ശരി. സോ നെക്സ്റ്റ് വി ഹാവ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപ്പൊളി. സോ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ നോക്കാം. സോ ഇവിടെ പ്രൈസ് വിൽ ബി ബേസ്ഡ് ഓൺ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. Price will be based on elasticity of demand. ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ since the sellers are selling differentiated products, അവര് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ് സെല് ചെയ്യണതുകൊണ്ടേ there is small amount of market power. അവർക്ക് കുറച്ച് മാർക്കറ്റ് പവർ ഉണ്ട്. സോ അവർക്ക് എന്താ പ്രശ്നം? ക്യാൻ ഫിക്സ് പ്രൈസ് ക്യാൻ ഫിക്സ് എനി. ഒരു മിനിറ്റ്, ഇത് എഴുതല്ലേ, ജസ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ. നോക്കിയേ,
ഇവർക്കും ഇല്ലേ, സിൻസ് ദ സെല്ലേഴ്സ് ആർ സെല്ലിംഗ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ്, ഇവിടത്തെയും സെല്ലേഴ്സ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ് സെല് ചെയ്യണോണ്ട് ദേ ഓൾസോ ഹാവ് സ്മോൾ എമൗണ്ട് ഓഫ് മാർക്കറ്റ് പവർ. സോ തിയറിറ്റിക്കലി അവർക്ക് മാർക്കറ്റ് പവർ ഉള്ളതുകൊണ്ട് ദേ ക്യാൻ ഫിക്സ് എനി പ്രൈസ്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ ടൂത്ത് ബ്രഷ്, ഇഫ് എ കമ്പനി ക്യാൻ കൺവിൻസ് ദാറ്റ് എന്താണ് ഒരു ചാർക്കോൾ ആക്ടിവേറ്റഡ് ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഗുണമാണെന്ന് അങ്ങനെ തന്നെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയ ഐ വിൽ പർച്ചേസ് ദെയർ പ്രൊഡക്റ്റ്. അവർ പ്രൈസ് ചെറുതായിട്ടൊക്കെ ഇൻക്രീസ് ചെയ്താലും ഐ വിൽ പർച്ചേസ് ദെയർ പ്രൊഡക്റ്റ്. പക്ഷെ അത് ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, ദ കസ്റ്റമർ മേ മൂവ് ഓൺ ടു അതർ പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പൊ ഡിഫറൻസിയേഷൻ ഉണ്ടെങ്കിലും സ്മോൾ എമൗണ്ട് ഓഫ് മാർക്കറ്റ് പവറേ ഉള്ളു. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാൻ ഫിക്സ് വേണ്ട, എനി പ്രൈസ് വേണ്ട, ദേ ഫിക്സ് price based on the quantity they desire to sell. ഇത് തന്നെയാണ് കേട്ടോ, ഇത് തന്നെ വേറെ രീതിയിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് വിൽ ബി ബേസ്ഡ് ഓൺ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അത് തന്നെ ഇവിടെ നോക്കണം, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ ആണ്. ദേ ക്യാൻ ഫിക്സ് എ പ്രൈസ് ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ദേ ഡിസയർ ടു സെൽ. അവർക്ക് എത്ര യൂണിറ്റ്സ് സെൽ ചെയ്യണം, ആ ഒരു ബേസിസിൽ വേണം പ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് വൺ, ഒളിഗോപോളി. ഒളിഗോപോളിയില് 2 ടൈപ്പ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിന് നമുക്ക് പ്രൈസിങ്ങിന്റെ കാര്യം ഒന്ന് എഴുതാം. എടാ ഇതിലൊരു പോയിന്റും കൂടെ നമുക്ക് എഴുതാനാണ്, ഞാൻ വിട്ടുപോയി. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. കമ്പനീസ് ക്യാൻ യൂസ് ബ്രാൻഡിങ്. ഇവിടെ ഇല്ലേ, അതായത് മോണോപ്പൊളിയിൽ പ്രൈസ് മാത്രം വെച്ചിട്ടല്ല, ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ് അല്ലേ. അപ്പോ അവർക്ക് എന്ത് യൂസ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. കമ്പനീസ് ക്യാൻ യൂസ് ബ്രാൻഡിങ്, അഡ്വർടൈസ്മെന്റ്, പ്രൊമോഷൻസ് എക്സെട്ര ടു sell differentiated products. Sell seemingly differentiated products. Monopoly, see, ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലൊന്നും നമ്മൾ ബ്രാൻഡിങ് അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഓൾ ദ പ്രൊഡക്ട്സ് ആർ ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലാണ് കമ്പനീസ് ക്യാൻ യൂസ് ബ്രാൻഡിങ്, അഡ്വർടൈസ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പ്രൊമോഷൻസ് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ് ബിക്കോസ് ദ പ്രൊഡക്ട്സ് ആർ ഡിഫറൻഷിയേറ്റഡ്, സീമിംഗ്ലി ഡിഫറൻഷിയേറ്റഡ് ആണ്. എല്ലാം ടൂത്ത് ബ്രഷ് ആണെങ്കിലും അവർ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്, ഡിഫറൻഷിയേറ്റഡ് ആയിട്ട് അവർ കാണിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മൾ പഠിക്കണം എന്തിനാണെന്ന് അറിയോ, ഈ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് പഠിക്കണം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നിങ്ങനെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ഒരു ബോഗീസിന്റെ ഒക്കെ ഒരു പ്രോബ്ലം ചെയ്തില്ലേ നമ്മൾ, ബോഗി വാഗൺ, അതേപോലത്തെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ആയിരിക്കും. എന്നിട്ട് ആ പ്രോബ്ലത്തിന്റെ താഴെ പറയും ദ കമ്പനി ഈസ് ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ് ആൻഡ് ഓൺ അനാലിസിസ് ഇറ്റ് ഈസ് found that the product is going to be introduced into the monopolistic competitive market. So as a management accountant, advise the company on the strategies which the company can take for the introducing this product into the market. And ഈ product introduce ചെയ്യുമ്പോൾ എന്ത് strategies എടുക്കണം, advise ചെയ്യാനൊക്കെ പറയും. അപ്പൊ നമുക്ക് എഴുതാനുള്ള പോയിന്റ്സ് വേണ്ടേ? നമ്മൾ എഴുതാൻ പോണത് ആ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ എഴുതും, പക്ഷെ ആ ബേസ് പോയിന്റ് ഇതിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യണത്. അപ്പൊ നമുക്കറിയാം മോണോപോളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അത് ജസ്റ്റ് അതിനെക്കുറിച്ച് നമുക്കിപ്പോ ഒരു ലൈൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ ഉണ്ട്, മോണോപോളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഇൻ വിച്ച് there is large number of sellers, all of them are selling differentiated products, and since the products are differentiated, sellers have a small amount of market power. അപ്പോൾ എഴുതാനുള്ള ഒരു പോയിന്റ് കിട്ടി. ഇനി നമുക്ക് അടുത്ത പോയിന്റ് എഴുതാം. In a monopolistic competitive market, the price will be based on elasticity of demand. And the company can also use branding, advertisement, promotion, etc. to sell the differentiated products. മനസ്സിലായി? അപ്പൊ ഒരു കോർ ആയിട്ടുള്ള ഒരു പോയിന്റ് കിട്ടി. ബാക്കിയുള്ള പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യനിൽ അവിടെ നിന്ന് എടുക്കാനും ഉണ്ടാവും.
മനസ്സിലായി? ഇത് പ്യുവർലി തിയറി പോലെ ആയിരിക്കില്ല നമുക്ക് എഴുതേണ്ടത്, പക്ഷെ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് തിയറിയാണ്. മനസ്സിലായി? അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ബാക്കി നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കേസ് സ്റ്റഡി ബിൽഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. ക്ലിയർ അല്ലേ? ശരി. ഓക്കെ, അപ്പൊ നമുക്കിനി ഒളിഗോപ്പൊളി നോക്കാം. ഒളിഗോപ്പൊളിയുടെ പോയിന്റ്സ് നോക്കാം. So firms operating under an oligopoly market are dependent. Firms are dependent on each other. Action taken by one firm will affect others. Okay, so here strategy is important. അപ്പൊ നോക്കിയടാ, ഒളിഗോപൊളിയില് firms are dependent on each other. Action taken by one firm is going to affect other firms. Therefore ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്ട്രാറ്റജി ആണ്. നമ്മൾ പഠിക്കാൻ പോണത് ഇനി ഇതിന്റെ താഴെ എഴുതും. ഓക്കെ, സോ ഇതിന്റെ താഴെ നമ്മൾ എഴുതും. ഇതിൽ മാത്രം നമുക്ക് രണ്ട് സ്ട്രാറ്റജി പഠിക്കാനുണ്ട്. പ്രൈസ് ഒളിഗോപ്പൊളിയുടെ കേസാണ് കേട്ടോ പറയണം. അത് ഞാൻ ഇവിടെ ഒളിഗോപ്പൊളിയില് പ്രൈസ് സ്ട്രാറ്റജീസും ഉണ്ട്, അതേപോലെ നോൺ പ്രൈസ് സ്ട്രാറ്റജീസും ഉണ്ട്. ഓക്കെ, നമ്മളുടെ ടെക്സ്റ്റിൽ അങ്ങനെ രണ്ട് ഭാഗമായിട്ട് തന്നിട്ടുണ്ട്. വാട്ട് ആർ ദി പ്രൈസ് സ്ട്രാറ്റജീസ് ഫോളോഡ് ബൈ oligopolist and what are the non price strategies followed by oligopolist. അതിൽ പ്രൈസ് സ്ട്രാറ്റജിയിൽ രണ്ടെണ്ണം ഉണ്ട്. രണ്ടല്ല, മൂന്ന് എഴുതാം. മൂന്നെണ്ണം ഉണ്ട് പ്രൈസ് സ്ട്രാറ്റജി. ഒന്ന് പ്രിഡേറ്ററി പ്രൈസിങ്, ഒരെണ്ണം ലിമിറ്റ് പ്രൈസിങ്, ഒന്നിന് വേറെ പ്രത്യേകിച്ച് പേരൊന്നും പറയാൻ പറ്റില്ല, അതെന്താന്ന് ഞാൻ ഇവിടെ താഴെ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. ഓക്കെ, പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ചാർജിങ് എ ലോ പ്രൈസ് which is normally below the full cost of production. Charging a low price, normally it is below the full cost of production. എന്തിനു വേണ്ടിയിട്ടാണ്? To force out rivals. To force out rivals. അപ്പൊ പ്രിഡേറ്റീവ് പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിഗോപ്പൊളി മാർക്കറ്റിലുള്ള ഒരു സ്ട്രാറ്റജിയാണ്. എന്താ ഇവർ ചെയ്യണത്? they charge low price. Normally the price will be below the full cost of production. എന്തിനു വേണ്ടിയിട്ട്? To force out rivals. ഓക്കെ, ഇപ്പൊ തന്നെ നോക്കിയാൽ മതി നിങ്ങൾ. ഇപ്പോ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനത്തെയൊക്കെ അവരില്ലേ, അവരൊക്കെ ഇങ്ങനെ അവര് കുറെ വന്നതോടെ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആമസോൺ വേണ്ട, അതേപോലെ ഇപ്പൊ ഈ വലിയ കുറെ ഇപ്പൊ റീറ്റെയിലേഴ്സ് തന്നെ കുറെ വലുതൊക്കെ വന്നിട്ടില്ലേ. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നില്ലേ പണ്ട്, ഫ്രിഡ്ജ്, അങ്ങനെ വാഷിംഗ് മെഷീൻ ഒക്കെ സെയിൽ ചെയ്യണം. മുമ്പ് അങ്ങനത്തെ കുറെ കടകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഒന്നും കാണില്ല. അവരൊക്കെ പോയി. ബിക്കോസ് അവർക്ക് പ്രൈസ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ബിസ്മി അങ്ങനത്തെ കടകളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ പർച്ചേസ്, ബിസ്മി, ലുലു, അവരുടെയൊക്കെ പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ്. അവർ ഓൾ ഇന്ത്യ ലെവലിലൊക്കെ ആയിരിക്കും പർച്ചേസ് ചെയ്യണത്. അങ്ങനെയൊക്കെ ആയിരിക്കും PO സൈൻ ചെയ്യണത്. അപ്പൊ അത്രയും ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണോണ്ട് അവർക്ക് ആ അത്രയും ലോ പ്രൈസിൽ കിട്ടും. അപ്പൊ ഈ നമ്മള് കുറെ ചെറിയ ചെറിയ കടകൾ ഉണ്ടായിരുന്നു, ഫ്രിഡ്ജ് അതൊക്കെ വിറ്റുകൊണ്ടിരുന്നത്. അവരൊക്കെ അവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ അത്? പ്രൈസ് അത്രയും കുറവാണ്. സോ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിക്കാണ് എന്തെന്ന് പറയുന്നത് പ്രിഡേറ്ററി പ്രൈസിങ്, ഇൻ വിച്ച്
ആർട്ടിഫിഷ്യലി ആയിട്ടാണ് അത് ചെയ്യണത്. ആക്ച്വലി കീപ്പിംഗ് ദ പ്രൈസ് ആർട്ടിഫിഷ്യലി ലോ. ശരിക്കും അത്ര ലോ പ്രൈസ് അല്ല, ഇവരുടെ ഫുൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലും ചിലപ്പോൾ കുറവായിരിക്കും. ഫുൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് കേട്ടോ പറയണ. വേരിയബിൾ കോസ്റ്റിനേലും ഒക്കെ കൂടുതലായിരിക്കും. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് ടോട്ടൽ കോസ്റ്റ് മീൻസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ്. ഇപ്പൊ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഓരോ വാഷിംഗ് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എനിക്ക് ഒരു 10,000 റുപ്പീസ് കോസ്റ്റ് വരുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോർഷൻ ചെയ്തല്ലേ വരുന്നത്, അല്ലാണ്ട് ഓരോ വാഷിംഗ് മെഷീനല്ല. ഫിക്സഡ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് വന്നേക്കുന്നത് 8,000 ആണെന്ന് വിചാരിച്ചോ. സോ ആക്ച്വലി ഇൻ ഓർഡർ ടു റിക്കവർ മൈ ഫുൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മിനിമം 18,000 എങ്കിലും എനിക്ക് ചാർജ് ചെയ്യണം. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ചാർജ് ഓൺലി 17,000 റുപ്പീസ്. അങ്ങനെ ചാർജ് ചെയ്യുള്ളൂ. അപ്പൊ എന്റെ ഫിക്സഡ് കോസ്റ്റ് ഫുൾ ആയിട്ട് റിക്കവർ ചെയ്യില്ല. പക്ഷെ നമ്പേഴ്സ് കൂടുതൽ വരുമ്പോ ഇവർക്ക് നമ്പേഴ്സ് കൂടുതൽ ഉണ്ടാവും. നമ്പേഴ്സ് കൂടുതൽ വരുമ്പോൾ ദേ വിൽ ബി ഏബിൾ ടു സർവൈവ്. പക്ഷെ ചെറിയ ചെറിയ ഷോപ്സിനൊക്കെ എന്ത് പറ്റും, അല്ലെങ്കിൽ റൈവൽസിന് എന്ത് പറ്റും, അവര് ഈ പ്രൈസ് ലോ ആയതുകൊണ്ട് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു സർവൈവ്. ക്ലിയർ? സോ അതാണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ. ദിസ് ഇസ് ടു ഫോഴ്സ് ഔട്ട് റൈവൽസ് ആണ്, റൈവൽസിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി. അതേപോലെ റൈവൽസ് വരാതിരിക്കാൻ വേണ്ടി, ടു ensure that new entrants are not coming, new rivals are not coming, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് വരുന്നില്ല എന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിക്കാണ് ലിമിറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് അത് ഒരു മിനിറ്റ് ഇങ്ങനെ എഴുതിയിരിക്കാം, reducing the price sufficiently. എന്താ ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ എഴുതി വെച്ചോ. റെഡ്യൂസിങ് ദ പ്രൈസ് സഫീഷ്യന്റ്ലി ടു ഡിറ്റർ എൻട്രി. റെഡ്യൂസിങ് ദ പ്രൈസ് സഫീഷ്യന്റ്ലി ടു ഡിറ്റർ എൻട്രി. ഓക്കെ, ഇതെന്താ വെച്ചാല് ഇപ്പൊ നമ്മള് പ്രൈസ് യൂണിറ്റ്സ് ഓക്കെ. സോ ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ നോക്കിയടാ, P1 P2 ഇതിന്റെ സംഭവം ഇത്രേ ഉള്ളൂ. ഇപ്പോ ഒരു പുതിയ ഫേം മാർക്കറ്റിൽ വന്നെയെന്ന് വിചാരിക്കും. ഇഫ് എ ന്യൂ ഫേം ഇസ് ട്രൈങ് ടു എൻ്റർ ദ മാർക്കറ്റ്, അവർക്ക് ഫസ്റ്റ് അവർ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അവർക്ക് ഈ ക്വാണ്ടിറ്റി ഇത്രയും ക്വാണ്ടിറ്റി ആയിരിക്കും ഇവർക്ക് സെല് ചെയ്യാൻ പറ്റണത്. ഈ ക്വാണ്ടിറ്റി സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിമാൻഡ് ഇതനുസരിച്ച് ഈ ഒരു പ്രൈസ് വേണം ഇവർക്ക്. ഓക്കെ, P1 എന്ന് പറഞ്ഞ പ്രൈസ് വേണം. പക്ഷെ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഫേം എന്ത് ചെയ്യും, എക്സിസ്റ്റിംഗ് ഫേമിന് ഈ Q2 ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, ഇവർക്ക് ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി ഇവർക്ക് സെല് ചെയ്യാം. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവര് പ്രൈസ് വേണമെങ്കിൽ ഇവർക്കും ഈ പ്രൈസ് വെക്കാം, ഇതേ പ്രൈസ് തന്നെ അവർക്ക് വെക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഈ ഒരു പ്രൈസ് വെക്കുന്നതിന് പകരം they will reduce the price just sufficiently to deter entry. അവര് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നായിരിക്കും അവരുടെ ഇത് ഗ്രാഫ് പോലെ നോക്കണ്ട, ഈ ഒരു ലെവലിലായിരിക്കും ഇവര് പ്രൈസ് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പൊ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഫേംസിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർക്ക് അത്രയും ക്വാണ്ടിറ്റി ഇല്ല. ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രൈസ് ഉണ്ടെങ്കിലേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ എന്താണ് ഇൻ ലിമിറ്റ് പ്രൈസിങ് സ്ട്രാറ്റജി
The existing firm will reduce the price just sufficiently to deter entry of the rival firms. Rival firms enter ചെയ്യാൻ rival firmsന് ഇത്ര പ്രൈസ് വേണമായിരിക്കും എൻട്രി ചെയ്യണമെങ്കിൽ, ആ പ്രൈസിന്റെ താഴെ കൊണ്ടുവന്ന് പ്രൈസ് സെറ്റ് ചെയ്യും. അതിനെയാണ് ലിമിറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ എക്സിസ്റ്റിംഗ് ഫേം വിൽ റെഡ്യൂസ് ദ പ്രൈസ് സഫീഷ്യന്റ്ലി ടു ഡിറ്റർ എൻട്രി ഓഫ് ദി ന്യൂ ഫേംസ്. ആണെങ്കിൽ ഫുൾ ആയിട്ട് എഴുതിക്കോ. എക്സിസ്റ്റിംഗ് ഫേം will reduce the price sufficiently to deter entry of new firms. പുതിയ ഫേംസിന് എൻ്റർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വെക്കും. ഓക്കെ, ഞാൻ തന്ന നോട്ടിൽ ഇതിന്റെ ഗ്രാഫ് ഒക്കെ ഉണ്ട്, പക്ഷെ ഗ്രാഫ് ഒന്നും നമുക്ക് ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അത് എന്താന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ലോജിക് മാത്രം ഓർമ്മ മതി. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം എഴുതിയില്ലേ, പ്രിഡേറ്ററി എഴുതി, ലിമിറ്റ് പ്രൈസിംഗ് എഴുതി. മൂന്നാമത്തെ സ്ട്രാറ്റജി agreeing with the competitors to increase price together. Okay, ഫ്ലിപ്കാർട്ടോ ആമസോണോ എല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിന്റെ പ്രൈസ് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരൊരു അഗ്രിമെന്റിലെത്തി പ്രൈസ് എല്ലാവരും കൂടെ ഇൻക്രീസ് ചെയ്യും. സോ ദീസ് ആർ ദി 3. ഇനിയും സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെയും സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾക്ക് ഉള്ളത് മാത്രം ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എഴുതാനുള്ള ഒരു 3 എണ്ണം ഉണ്ട്. സോ ദീസ് ആർ ദി പ്രൈസ് സ്ട്രാറ്റജീസ് ഫോളോഡ് ബൈ ഒളിഗോപോളിസ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു look into the non-price strategies. Non-price strategies, oligopoly. Okay, so ഇതാണ് കുറച്ചും കൂടി important because practically in an oligopoly market non-price strategy ആണ് യൂഷ്വലി ഫോളോ ചെയ്യുന്നത്. They follow non-price strategy because price strategy എപ്പോഴും price warലേക്ക് പോകും. There are only few sellers, so price strategy നേലും they follow non-price strategies. നോക്കിയേ, ഇത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇപ്പോ ആമസോണിലും ഫ്ലിപ്കാർട്ടും ഒരേ പ്രൈസ് ആയിരിക്കും. നോർമലി മിക്ക സാധനങ്ങൾ നോക്കിയാലും ഒരേ പ്രൈസ് ആയിരിക്കും. ഇപ്പൊ എന്തെങ്കിലും സെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആമസോണിൽ കുറയുമ്പോൾ അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും കുറയും. വളരെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഇൻഫാക്ട് അവർക്ക് അതിനൊരു ടീം തന്നെ ഉണ്ട്, എന്തോ പ്രൈസ് മാച്ച് ചെയ്യുന്ന ഒരു ടീം ഉണ്ട്. വേറെ നെറ്റില് പ്രൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ടീം വരെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ രണ്ടിലും സെയിം പ്രൈസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും? നിങ്ങൾ എങ്ങനെയാ വാങ്ങിക്കണം? ആമസോണിൽ നിന്ന് വാങ്ങിക്കോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കോ? ശ്രുതി എങ്ങനെ വാങ്ങിക്കും? ഒരു മൊബൈൽ രണ്ടിലും സെയിം പ്രൈസ് എവിടെ നിന്ന് വാങ്ങിക്കും? ഡെലിവറി ചാർജ് 400 രൂപയിൽ മുകളിലാണെങ്കിൽ ഫ്രീ ഡെലിവറിയാ രണ്ടിലും. മൊബൈലല്ലേ, ഉറപ്പായിട്ട് ഫ്രീ ഡെലിവറിയാ. അപ്പൊ എന്ത് ചെയ്യും? ആമസോണിൽ നിന്ന് വാങ്ങിക്കോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കോ? ആമസോണിൽ നിന്ന് വാങ്ങിക്കാം. എന്തുകൊണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിക്കണം? അതാണ് നമ്മുടെ ആൻസർ. പറഞ്ഞോ. റിലയബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളതല്ലേ? അപ്പോ അതെന്തുകൊണ്ടാണ് റിലയബിൾ ആയിട്ട് തോന്നിയത്? അതൊക്കെയാണ് ഇവിടെ നമ്മൾ പറയാൻ പോണത്. ഒന്ന്, അഡ്വർടൈസ്മെന്റ്. നമ്മുടെ സ്വന്തം കട എന്നൊക്കെ പറഞ്ഞിട്ട് ടി വിയിൽ വന്നപ്പോ തോന്നിയതല്ലേ? അഡ്വർടൈസ്മെന്റ്, പ്രൊമോഷൻ. ഓക്കെ, അഡ്വർടൈസ്മെന്റ്, പ്രൊമോഷൻ, സ്പോൺസർഷിപ്പ്. വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, അതിലോട്ട് വരാം. ഇതൊക്കെ ഒരു കാര്യം. പിന്നെ കസ്റ്റമർ സർവീസ്. ഓക്കെ, രണ്ടുപേരുടെയും അതും നമ്മുടെ എക്സ്പീരിയൻസ് പോലെയാണ്. ആരുടെയാണ് കസ്റ്റമർ സർവീസ് കൂടുതൽ? കസ്റ്റമർ സർവീസ് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. ഓൾസോ ഇവർ ഒരു കാര്യം കൂടി നോക്കും, ഇവർക്ക് ഒരു സ്ട്രാറ്റജിയും കൂടെ എടുക്കും, ലോയൽറ്റി സ്കീംസ് ഒക്കെ എടുക്കും.
Loyalty schemes and rewards. Okay. Loyalty schemes, prime members ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓഫർ, ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ പ്ലസ് മെമ്പർ ഉണ്ട്, അവർക്ക് എക്സ്ട്രാ ഓഫർ ഉണ്ടാവും, പ്രൈം മെമ്പേഴ്സിന് ഏർലി ആക്സസ് ടു ഡീൽസ്, അങ്ങനെയൊക്കെ ലോയൽറ്റി സ്കീംസ്, റിവാർഡ്സ് ഒക്കെ തന്നിട്ട് അതൊക്കെയാണ് ഈ ഒളിഗോപോളിയിൽ ഇവർ നോർമലി യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ്. ഓക്കെ, ശരി. അപ്പോ അത്രേ ഉള്ളൂ. നമ്മളെല്ലാം കഴിഞ്ഞില്ലേ? 4 കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, 4 കഴിഞ്ഞു. സോ ദീസ് ആർ ദി പ്രൈസിങ് സ്ട്രാറ്റജീസ് ഫോളോഡ് അണ്ടർ ഈച്ച് മാർക്കറ്റ്. ഓക്കെ, അപ്പൊ ഇത് ഞാനൊരു കാര്യം കൂടി പറയാം. ഇത് വേണ്ട, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഞാൻ ഇത്ര നാളും ചെയ്തിട്ടില്ല ഈ സാധനം. ഞാൻ ഇത് ഈ ബാച്ചിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഇത് സക്സസ്ഫുൾ ആവുമെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററിനും, ഫസ്റ്റ് ചാപ്റ്റർ പ്രൈസിങ് ഇനി നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഇല്ലേ, 2-3 ടൈപ്പ് സ്ട്രാറ്റജി ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഇതേപോലെ 2-3 ടൈപ്പ് സ്ട്രാറ്റജി ഉണ്ട്. നമ്മൾ നോർമലി ഒരു നോക്കിക്കഴിഞ്ഞാൽ 90% ഓഫ് ദ സ്റ്റുഡൻസ് ചെയ്യണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ എടുത്ത് ഇത് വീണ്ടും വായിക്കും, അതല്ലേ ചെയ്യാൻ പോണത്, ഇത് വായിക്കും. ഓക്കെ, അതൊരു സ്ട്രാറ്റജി. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മെയ്ക്ക് ഇറ്റ് സ്റ്റിക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ ലേണിങ്ങിനെ കുറിച്ച് എങ്ങനെ പഠിക്കണമെന്ന് അതിനെ കുറിച്ചൊക്കെ എഴുതിയേക്കണ, റിസർച്ചിനെ കുറിച്ചൊക്കെ എഴുതിയേക്കണ ബുക്കാണ്. സോ അതിലൊക്കെ പറയണെന്ന് വെച്ചാലേ, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടെക്നിക്കാണ് റീഡിങ്. പക്ഷെ ഏറ്റവും ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കും റീഡിങ് ആണ്. ഓക്കെ, അപ്പൊ ബിക്കോസ് നമുക്കതൊരു ഫോൾസ് ആയിട്ടൊരു ഇത് നമുക്ക് കിട്ടണ്ടെന്ന് തോന്നുകയുള്ളൂ, പക്ഷെ ആക്ച്വലി അത് അത്ര ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. അതിനേലും നല്ലത്, അല്ലെങ്കിൽ അതിൽ ഈ ബുക്കിലൊക്കെ പറയണത് ദ ബെസ്റ്റ് മെത്തേഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആൻസർ ചെയ്ത് നോക്കിയാൽ മതി, എഴുതി നോക്കുക. വാട്ട് ഇസ് ദ തിയറി ഓഫ് പ്രൈസ്? ഓക്കെ, അപ്പോ തിയറി ഓഫ് പ്രൈസ് സ്റ്റേറ്റ്സ് ദാറ്റ് ആ ഒരു നമ്മൾ പഠിച്ചില്ലേ, അതങ്ങനെ എഴുതി നോക്കുക. അങ്ങനെ ഈ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് നോക്കുക. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലായി? ആദ്യം കുറെ ഒന്നും കിട്ടൂല, അത് തന്നെയാണ് സംഭവം. അത് കിട്ടാതാവുമ്പോഴാണ്, എന്നിട്ട് നിങ്ങൾ കിട്ടാതാവുമ്പോൾ നിങ്ങൾ പോയി നോക്ക്, ഓക്കെ എന്താ എനിക്ക് പറ്റിയെന്നൊക്കെ, അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. ഓക്കെ, ഞാനിത് നമ്മൾ പഠിച്ച എല്ലാ സാധനങ്ങളും ഞാൻ ഇതേപോലെ ഇവിടെ ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതുണ്ട്. വാട്ട് ആർ ദ നോൺ പ്രൈസ് സ്ട്രാറ്റജീസ് ദാറ്റ് ആർ നോർമലി ഫോളോഡ് ബൈ ഒളിഗോപോളിസ്റ്റ് ആൻഡ് വൈ ഇസ് ഇറ്റ് ഫേവേർഡ്? ഓക്കെ, ബിക്കോസ് ഇങ്ങനത്തെ സംഭവം ഒക്കെ ആയിരിക്കും എക്സാമിന് വരാൻ പോണ. ഓക്കെ, ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ വെറുതെ ഉണ്ടാക്കിയതാണ്, ക്വസ്റ്റ്യൻ ഫോർമാറ്റിലാക്കിയതുകൾ. കുറെ എണ്ണം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയും, നമ്മളുടെ കേസ് സ്റ്റഡിയിലൊക്കെ പോയിട്ട് അവിടേക്കുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത്, ഓക്കെ ഇതൊക്കെ അതിലുള്ളതാണ്. എക്സ്പ്ലെയിൻ വിത്ത് റീസൺസ് ഇഫ് എനി ദ ചേഞ്ച് ടു യൂണിറ്റ്സ് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകണില്ല. അപ്പൊ കേസ് സ്റ്റഡിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇത് ആൻസർ ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പൊ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് പെട്ടെന്നൊന്നും കിട്ടൂല. ഇപ്പൊ എനിക്ക് പറഞ്ഞാലും കിട്ടത്തില്ല, നമുക്ക് എല്ലാം കിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ ഒരു തവണ കൊണ്ട് നിർത്തില്ല, എന്നിട്ട് നമ്മൾ പിന്നെയും അടുത്ത പ്രാവശ്യം പഠിക്കുമ്പോഴും പിന്നെയും നമ്മൾ ഇത് ആൻസർ ചെയ്താനാണ് നോക്കുന്നത്. അപ്പൊ ഗ്രാജുവലി നമുക്കത് റെഡി ആയി വരും. ഇപ്പൊ ഈ ജിമ്മിലൊക്കെ പോണ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള വെയിറ്റ് എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല സുഖമൊക്കെ ആയിരിക്കും, പക്ഷെ അതുകൊണ്ട് മസിലൊന്നും വരില്ല. ബുദ്ധിമുട്ട് വന്ന് ആ മസിൽ ബ്രേക്ക് ആവുമ്പോഴല്ലേ അത് ഗെയിൻ ചെയ്യണം. അതേപോലെ തന്നെ നമുക്കിത് ബുദ്ധിമുട്ടായിരിക്കും, ഇത് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആ ഒരു സ്ട്രെസ് നമ്മൾ എടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ എക്സാമിന് അടിപൊളിയായിരിക്കും, നമുക്ക് ഇത്തിരി ഈസി ആയിരിക്കും. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് എഴുതാൻ പറ്റും. റീഡ് ചെയ്തോണ്ടിരിക്കരുത് കേട്ടോ, എഴുതി തന്നെ നോക്കണം. ശരി, ഇതിപ്പോ ഈ ചാപ്റ്ററിൽ ഇത്രേ ഉള്ളൂ. എല്ലാ ചാപ്റ്ററിനും ഞാൻ ഇതേപോലെ ഇട്ടിട്ടുണ്ട്, ഓരോ ചാപ്റ്റർ ഇട്ടിട്ട് വരികയാണ്. അപ്പൊ അത് വേണം ചെയ്യാൻ. ഓക്കെ, കുറച്ചൊക്കെ നമുക്ക് ആൻസറും ചെയ്ത് നോക്കാം ക്ലാസ്സിൽ തന്നെ. ശരി, ഇപ്പൊ നമ്മൾ എവിടെയാ നോക്കിയത്? അടുത്ത നമ്മൾ നോക്കാൻ പോണത് ഓക്കെ.
So next heading edikyo pricing of new products. Pricing of new products. Okay. എന്തൊക്കെ എല്ലാവരുടെയും വീഡിയോ പോയാ? ഇപ്പൊ ആരുടെ വീഡിയോ ഒന്നും ഇല്ലല്ലോ. ഓക്കെ ഉണ്ട്. സജയ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ സജയ്? സോ പ്രൈസിങ് ഓഫ് ന്യൂ പ്രോഡക്ട്സ്. നോക്കിയാൽ ഈ പ്രൈസിങ്ങിലുള്ള ഒരു സംഭവം എന്ന് വെച്ചാലേ ആക്ച്വലി ആരുടെയോ മൈക്ക് ഓൺ ആണല്ലോടാ. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഫൈൻ, ശരി. അപ്പൊ നോക്കിയേ, ആക്ച്വലി പ്രൈസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിങ് ഡിസിഷൻ ഇസ് ആക്ച്വലി വൺ ഓഫ് ദി മോസ്റ്റ് ക്രൂഷ്യൽ ഡിസിഷൻസ് ഓഫ് എ കമ്പനി. ഓക്കെ, ഒരു കമ്പനിയിൽ ആ പ്രൈസ് ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. അപ്പൊ ഒരു പ്രൈസ് ഡിസൈഡ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ പ്രൈസിങ് ഷുഡ് ബി ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ദി ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ഓവറോൾ ഒബ്ജക്റ്റീവിനെ നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഓരോ കമ്പനിക്ക് ഓരോ സ്ട്രാറ്റജി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അറിയാൻ പറ്റും, റിലയൻസ് ജിയോ ആദ്യമായിട്ട് വന്ന സമയത്ത് ഫ്രീ ആയിട്ടല്ലേ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവരുടെ സീറോ കോസ്റ്റ് ആയിരുന്നു അല്ലെ. അപ്പൊ അവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ദെയർ സ്ട്രാറ്റജി വാസ് നോട്ട് ടു മേക്ക് എ പ്രോഫിറ്റ്. അവർ നെഗറ്റീവിലോട്ട് പോയിക്കും, നെഗറ്റീവ് P&L മിക്കപ്പോഴും. പക്ഷെ ദെയർ സ്ട്രാറ്റജി വാസ് ടു ബിക്കം ദ മാർക്കറ്റ് ലീഡർ. അവർ മാർക്കറ്റ് ലീഡർ ആയി. അപ്പൊ their strategy was to gain maximum number of customers. അപ്പൊ ഓരോ കമ്പനിക്കും ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ബേസ്ഡ് ഓൺ ദാറ്റ് സ്ട്രാറ്റജി നമ്മൾക്ക് പ്രൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊന്നും അങ്ങനെ ഇപ്പൊ ഈ ചാപ്റ്റർ പഠിച്ച് നിങ്ങൾ ഒരു കമ്പനി ചെല്ലുമ്പോൾ അങ്ങോട്ട് പ്രൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഫാക്ടേഴ്സ് നോക്കാനുണ്ടാവും. ഇതെന്ന് പറഞ്ഞത് കുറച്ച് സ്ട്രാറ്റജി അല്ലെങ്കിൽ കുറച്ച് ഈസി ആക്കാൻ, ടു മേക്ക് പ്രൈസിങ് പ്രോസസ് ലിറ്റിൽ മോർ ഈസി, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഓതന്റിക് ആക്കാൻ വേണ്ടി ഉള്ള പോളിസീസും അല്ലെങ്കിൽ കമ്പനിയിൽ ഇപ്പൊ മാർക്കറ്റിൽ ജനറലി ഫോളോ ചെയ്യണ പോളിസീസും അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ചെറിയൊരു പ്രൊഡക്റ്റ്, ഞങ്ങളൊരു ബിരിയാണി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അന്ന്. അപ്പൊ ബിരിയാണി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തപ്പോ ഫസ്റ്റ് പ്രശ്നം തന്നെ ഇതാണ്, നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ബിരിയാണിക്ക് എത്ര പ്രൈസ് ഇടണം, മനസ്സിലായോ? ബിക്കോസ് മാർക്കറ്റില് 60 രൂപയുടെ ബിരിയാണി മുതലുണ്ട്, അല്ലെങ്കിൽ 40 രൂപയുടെ ബിരിയാണി മുതലുണ്ട്. 40 രൂപയുടെ ബിരിയാണി ഉണ്ട്, 350 രൂപയുടെ ബിരിയാണി ഉണ്ട്. ബെഹ്റൂസ് എന്ന് പറഞ്ഞ ബിരിയാണി ഉണ്ട് ഇപ്പൊ എറണാകുളത്ത് തോന്നുന്നുണ്ട്. 350 rupees ഒക്കെയാണ്. എറണാകുളത്ത് അവര് വൺ ഓഫ് ദ ടോപ്പ് ആണ് ഇന്ത്യയിൽ. നമ്മളത്ര മാർക്കറ്റ് ഇതൊക്കെ സ്റ്റഡി ഒക്കെ നടത്തിയപ്പോൾ വൺ ഓഫ് ദ ടോപ്പ് ആണ്. ക്രോർസിന്റെ ബിസിനസ് ആണ് ബിരിയാണി വെച്ചിട്ട് ചെയ്യുന്നത്. ബെഹ്റൂസ് ബിരിയാണി ബൈ കിലോ അങ്ങനത്തെ കുറെ ഉണ്ട്. അപ്പോൾ ഈ പ്രൈസ് എവിടെ കൊണ്ട് ഫിക്സ് ചെയ്യണം, കുറെ കാര്യങ്ങൾ നോക്കണം. നമ്മൾ പ്രൈസ് കൂടി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ്, കസ്റ്റമേഴ്സിന് കുറെ ആക്സസിബിൾ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് സെയിൽ കുറവായിരിക്കും. പ്രൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇത് ചീപ്പ് ബിരിയാണിയാണ്. അപ്പൊ ഒരു ഒപ്റ്റിമം പോയിന്റിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇതാണ് എല്ലാ പ്രൊഡക്ട്സിന്റെയും കേസ്. അപ്പോൾ ഇൻ ഓർഡർ ടു ഫൈൻഡ് ആൻ ഒപ്റ്റിമം പ്രൈസ് നമുക്ക് എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രൈസിങ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ്. ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് പ്രൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതില് നമുക്ക് ന്യൂ പ്രൊഡക്ട്സിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ന്യൂ പ്രൊഡക്ട്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ന്യൂ പ്രൊഡക്റ്റ് ടു എ മാർക്കറ്റ് ആണ് ട്ടോ. New product for a market New product for a market can be divided into 3. Revolutionary product, evolutionary product and me too product. Products can be divided into 3: revolutionary product, evolutionary product and me too product. Okay, അതെ, ഒരു മിനിറ്റ്. നിങ്ങൾ ഓക്കെ, എടാ ഇത് ഇപ്പൊ നമ്മളിങ്ങനെ തിയറി പഠിക്കണോണ്ടിട്ടോ ഇത് കോസ്റ്റിംഗ് ഫുള്ള് തിയറി ആണല്ലോ എന്ന് വിചാരിക്കല്ലേട്ടാ. ചില ചാപ്റ്റേഴ്സ് ഫുൾ തിയറി. ഇപ്പൊ പ്രൈസിംഗ് ഒക്കെ നോക്കിയാൽ ഫുൾ തിയറി ആണ്, കുറെ തിയറിയാണ്. ഇനി കുറച്ചൊക്കെ ഉണ്ട് പ്രോബ്ലംസ്, പക്ഷെ കൂടുതലും തിയറിയാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് എന്താണ് അതല്ലേ പഠിപ്പിക്കേണ്ട. കുറെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പ്രോബ്ലംസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
നല്ല രസമായിരിക്കും പ്രോബ്ലംസ് പഠിപ്പിച്ചാൽ. പക്ഷെ നമുക്ക് എക്സാമിന് എന്താ ആവശ്യം, അതല്ലേ പഠിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ കുറെ തിയറി ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ബോറടിച്ച് അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പാസ്സാവണോ അല്ല, നമുക്ക് അതിന് വേണ്ട എന്താണ്, അതാണ് ഞാൻ ചെയ്യിക്കാൻ പോണത്. ഓക്കെ, എനിക്ക് കുറെ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുന്ന സുഖം. ഈ AMAയുടെ പോലെ പ്രൈസിങ്ങിന്റെ ഒക്കെ എത്ര പ്രോബ്ലംസ് വേണമെങ്കിലും എൻ്റെ അടുത്ത് ഉണ്ടാവും. ഇരുന്ന് വെറുതെ ചെയ്യിപ്പിച്ചോണ്ടിരിക്കുക. പക്ഷെ അതല്ല വരുന്നത് ഇപ്പൊ, മനസ്സിലായി. ഇപ്പൊ കേസ് സ്റ്റഡിയോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രോബ്ലംസ് അല്ല വരുന്നത്. ഉണ്ട് ട്ടാ, പ്രോബ്ലംസിന്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് വരുമ്പോ ഞാൻ അതേപോലെ പ്രോബ്ലംസ് ആയിരിക്കും കൂടുതൽ ചെയ്യിപ്പിക്കണം. പക്ഷെ നമുക്ക് എന്താ ആവശ്യം, അതിലാണ് ഫോക്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് ക്ഷമിച്ചിരിക്കുക, അത്രേ ഉള്ളൂ പറയാൻ. പാസ്സാവണം, അത് മാത്രം വിചാരിച്ചാൽ മതി. നമുക്ക് ഇഷ്ടമുള്ളതല്ല വേണ്ടത്. ഓക്കെ, ശരി. സോ പ്രൊഡക്റ്റ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. റെവല്യൂഷണറി പ്രൊഡക്റ്റ്, ഇവല്യൂഷണറി പ്രൊഡക്റ്റ് ആൻഡ് മീ ടു പ്രൊഡക്റ്റ്. റെവല്യൂഷണറി പ്രൊഡക്റ്റിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐഫോൺ 1 ആദ്യം ഇറങ്ങിയ സമയത്തെ അതൊരു റെവല്യൂഷണറി പ്രൊഡക്റ്റ് ആയിരുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, അത്രയും നാളും ഫോൺ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ക്രീനും ബാക്കി കീപാഡൊക്കെ വെച്ചിട്ടിരുന്ന സംഭവമായിരുന്നു. ഐഫോൺ ആണ് എനിക്ക് തോന്നണം കേട്ടാ, വേറെ ഏതെങ്കിലും ചെറിയ കമ്പനി ഇറക്കിയിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മളുടെ മനസ്സിലൊക്കെ ഐഫോൺ വന്നപ്പോഴാണ് വെറുതെ എന്തിനാ ഇത്രയും സ്ഥലം കളയണത്, അവരാ ഫുള്ള് സ്ക്രീൻ ആക്കിയിട്ട്, അല്ലെ, നമ്മൾ എത്രയോ നാൾ ടച്ച് ഫോൺ എന്നുള്ള ഒരു സംഭവം കാണുന്നത്, ഇത്രയും നാളത്തെ നമ്മളുടെ ബിഹേവിയർ തന്നെ ചേഞ്ച് ചെയ്ത് കളഞ്ഞു. ഒരു മാർക്കറ്റിൽ ഒരു റെവല്യൂഷണറി ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അങ്ങനത്തെ പ്രൊഡക്ട്സിനാണ് റെവല്യൂഷണറി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കസ്റ്റമറിന്റെ യൂസേജ് പാറ്റേൺ തന്നെ മാറ്റിക്കളയും. ഓക്കെ, സച്ച് പ്രൊഡക്ട്സ് ആണ് റെവല്യൂഷണറി പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് പോയിന്റ് എഴുതാം. റെവല്യൂഷണറി പ്രൊഡക്റ്റ് റീപ്ലേസസ് എക്സിസ്റ്റിംഗ് ടെക്നോളജി, എക്സിസ്റ്റിംഗ് മെത്തേഡ് ഓർ ടെക്നോളജി, അല്ലെങ്കിൽ ടെക്നോളജി ഓർ മെത്തേഡ്, ടെക്നോളജി, and has a revolutionary impact on the market. Okay, revolutionary product replaces the existing method or technology and has a revolutionary impact on the market. അത്രയും നാളത്തെ ആ മെത്തേഡ് തന്നെ അവർ ചേഞ്ച് ചെയ്ത് കളഞ്ഞു. And this product has the potential to become a market leader by itself. Okay, ആ പ്രൊഡക്റ്റിന് മാർക്കറ്റ് ലീഡർ ആവാനുള്ള പൊട്ടൻഷ്യൽ വരെ ഉണ്ട്. ഇറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ബിക്കം എ മാർക്കറ്റ് ലീഡർ. അപ്പോ ഏത് പ്രൈസാണ് ഇവർക്ക്, പ്രൈസിലോട്ട് ഞാൻ വരാം, പ്രൈസിങ്ങിലോട്ട് നമുക്ക് വരാം. ഒരുമിച്ച് 3 പേരുടെയും പ്രൈസിങ് നോക്കാം. ഇവല്യൂഷണറി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അപ്ഗ്രേഡഡ് വേർഷൻസ് ഓഫ് എ റെവല്യൂഷണറി പ്രൊഡക്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഐഫോൺ അങ്ങോട്ട് ഇറങ്ങി, ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻസ് ഒക്കെ വരില്ലേ, കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കുറച്ച് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിക്കൊണ്ട്. അവർ ഭയങ്കര റെവല്യൂഷൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ബിക്കോസ് റെവല്യൂഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ അതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ്. സച്ച് പ്രൊഡക്ട്സ് ആർ നോൺ ആസ് എവല്യൂഷണറി പ്രൊഡക്റ്റ്. സോ വാട്ട് വി ക്യാൻ റൈറ്റ് ഇസ് എവല്യൂഷണറി പ്രൊഡക്ട്സ് ആർ അപ്ഗ്രേഡഡ് വേർഷൻസ് ഓഫ് എ റെവല്യൂഷണറി പ്രൊഡക്റ്റ്. ഓക്കെ, പ്രോഡക്ട്സ് വിത്ത് സം മോഡിഫിക്കേഷൻസ്, എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ബേസിക്കലി റെവല്യൂഷണറി പ്രൊഡക്റ്റിനെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തിട്ടായിരിക്കും എവല്യൂഷണറി പ്രൊഡക്റ്റ് വരാൻ പോണത്. ഓക്കെ, ഇപ്പൊ ഒരു ഇലക്ട്രിക് കാർ വന്നു, ഫസ്റ്റ് ഒരു ഇലക്ട്രിക് കാർ വന്നു, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും, ബാക്കിയുള്ള മാനുഫാക്ചറേഴ്സ് ഒക്കെ അത് വാങ്ങിച്ചിട്ട് അവർ റിവേഴ്സ് എഞ്ചിനീയർ, ഓക്കെ വാട്ട് ടെക്നോളജീസ് യൂസ്, എന്താ ചെയ്തേക്കണമെന്നൊക്കെ അവർ സ്റ്റഡി ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ദേ വിൽ മേക്ക് ദെയർ ഓൺ വേർഷൻ, കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ദെയർ ഓൺ വേർഷൻ. അത് ഇവല്യൂഷണറി പ്രൊഡക്റ്റ് എന്ന് പറയും. അതും കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പ്രൊഡക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, മീ ടു പ്രൊഡക്ട്സ്, അതർ സിമിലർ പ്രൊഡക്ട്സ്. അവര് റിവേഴ്സ് അപ്പോഴത്തേക്കും കോമൺ ആയിട്ടുണ്ടാവും. അതർ സിമിലർ പ്രൊഡക്ട്സ് എമേർജിങ് ആസ് എ റിസൾട്ട് ഓഫ് സക്സസ് ഓഫ്
revolutionary and evolutionary products. എല്ലാവരും പിന്നെ ഇലക്ട്രിക് കാർസ് ഇറക്കാൻ തുടങ്ങും. അതർ സിമിലർ പ്രൊഡക്ട്സ് എമർജിങ് ആസ് എ റിസൾട്ട് ഓഫ് സക്സസ് ഓഫ് റെവല്യൂഷണറി ആൻഡ് എവല്യൂഷണറി പ്രൊഡക്ട്സ്. ഓക്കെ, അതിനെയാണ് മീ ടു പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. മീ ടു പ്രൊഡക്ട്സ് പ്രൈസ് സെറ്റർ ആയിരിക്കോ പ്രൈസ് ടേക്കർ ആയിരിക്കോ? എന്താ തോന്നുന്നത്? പ്രൈസ് ടേക്കർ ആയിരിക്കും. പ്രൈസ് ടേക്കർ ആയിരിക്കും. ഓക്കെ, മീ ടു പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് പ്രൈസ് ടേക്കർ ആണ്. ബിക്കോസ് പുതിയതായിട്ട് അവരൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഓൾറെഡി പ്രൈസ് ഒക്കെ ഉണ്ട് മാർക്കറ്റിൽ, അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക, അവരുടെ പ്രൊഡക്റ്റ് ഇറക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, വേർ ആസ് റെവല്യൂഷണറി പ്രൊഡക്റ്റിന് ക്യാൻ ചാർജ് പ്രീമിയം പ്രൈസ്, ക്യാൻ ചാർജ് പ്രീമിയം പ്രൈസ്. അതെപ്പോഴും അങ്ങനെ ചാർജ് ചെയ്യണം എന്നൊന്നുമില്ല, അവർക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. നോർമലി ദേ ഹാവ് ദ കപ്പാസിറ്റി ടു ചാർജ്. Okay, normally a revolutionary product has the capacity to charge premium price എന്തിനു വേണ്ടിയിട്ട്? As a reward for their innovation and first initiative. Okay, because they are taking their first initiative. അവർ ഇന്നോവേറ്റ് ചെയ്ത് പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവന്നു, so they can charge premium price. Okay, ഈ അപ്ഗ്രേഡഡ് വെർഷന് പ്രൈസ് based on cost benefit analysis and also elasticity of demand. അല്ല ഒരു മിനിറ്റ്, and also elasticity അല്ലേ, ഞാൻ and also competitors and also competition എന്ന് എഴുതിയാൽ മതി. ഈ അപ്ഗ്രേഡഡ് വെർഷന് പ്രൈസ് ഇസ് ബേസ്ഡ് ഓൺ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അപ്ഗ്രേഡഡ് വെർഷൻ അല്ലേ. അതായത് ഐഫോണിലും ചിലപ്പോൾ അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത്, ചിലപ്പോൾ ഫീച്ചേഴ്സ് കട്ട് ഡൗൺ ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഐഫോണിന്റെ ചിലപ്പോൾ 50 MP ക്യാമറ, അപ്പൊ നമുക്ക് അത്ര ആവശ്യമില്ല, നമ്മളത് കുറച്ച് 20 MP ക്യാമറ, സ്പേസ് കുറച്ചു, ഗ്രാഫിക്സ് കാർഡ് കുറച്ചു, മെമ്മറി കുറച്ചു, അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരണമെങ്കിൽ, അതുകൊണ്ടാണ് ഇവിടെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എഴുതിയിരിക്കുന്നത്. സോ നമ്മൾ എന്തെങ്കിലുമൊക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദ പ്രൈസ് ഷുഡ് ഓൾസോ ബി റെഡ്യൂസ്. എന്തെങ്കിലും ഇൻക്രീസ് ഫീച്ചേഴ്സ്, അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെയാണ് വന്നിരിക്കണമെങ്കിൽ ഒബ്വിയസ്ലി ദ പ്രൈസ് വിൽ increase. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അപ്ഗ്രേഡഡ് വെർഷൻ pricing should be based on cost benefit analysis and also competition, what the competitors are charging. അതിനെയും കൂടി നോക്കിയിട്ട് വേണം പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരി. ഇനി അപ്പൊ നമ്മൾ അത് എഴുതിയില്ല. ഇനി നമുക്ക് പ്രൈസിങ് സ്ട്രാറ്റജി കഴിഞ്ഞ് പ്രൈസിങ് സ്ട്രാറ്റജി ഓഫ് ന്യൂ പ്രൊഡക്ട്സ് എഴുതി നമ്മൾ. ഓക്കെ, ഇതും ഞാൻ പറയാം എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വന്നതെന്ന്. ഞാൻ ഇതിവിടെ താഴെ ഇട്ടിട്ടുണ്ടോ, ജസ്റ്റ് നോക്കിക്കോട്ടെ. ഇവിടെ ഇങ്ങനെ ഞാൻ വെറുതെ ഉണ്ടാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് ഹൗ ടു സ്ട്രാറ്റജിക്കലി പ്രൈസ് ഈച്ച് വൺ ഓഫ് ദം. സോ ദർ ആർ 3 types ഓഫ് ന്യൂ പ്രൊഡക്ട്സ്: റെവല്യൂഷണറി, ഇവല്യൂഷണറി ആൻഡ് മീ ടു പ്രൊഡക്റ്റ്. അതെന്താന്ന് എഴുതുക, അതിന്റെ പ്രൈസ് എഴുതുക. ആക്ച്വലി ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെയായിരിക്കും എന്ന് പറയട്ടെ. ഇതേപോലെ ഒരു എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ആ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ട് പറയും കമ്പനി ഈസ് ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ്, ദ പ്രൊഡക്റ്റ് ഈസ് ന്യൂ ഫോർ ദ മാർക്കറ്റ്. എന്നിട്ട് അത് റെവല്യൂഷണറി ആണ് ഇവല്യൂഷണറി ആണെന്ന് പറയൂല, അതിന്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഒക്കെ തരും. ഓക്കെ, അപ്പോ എങ്ങനെ നമ്മൾ അതിനെ പ്രൈസ് ചെയ്യണം, അപ്പൊ എഴുതാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, ശരി. ഇനി നമ്മൾ അടുത്തത് എഴുതിയത് ഓക്കെ. സോ നെക്സ്റ്റ് ഇപ്പൊ പ്രൈസിങ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് പ്രൈസിങ് strategy. Next heading is
What are the two types of pricing strategy? ആണെങ്കിൽ അങ്ങനെ എഴുതാം. Two types of pricing strategy. ഈ ചാപ്റ്ററിൽ ഇനി പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ, അത് വരും. അതിന് മുമ്പ് കുറച്ച് തിയറി ഒക്കെ ഉണ്ട്, എടുത്ത് തീർക്കട്ടെ. Two types of pricing strategy. Pricing strategy can be divided into two. Penetration strategy അല്ലെങ്കിൽ ചിലപ്പോൾ പോളിസി എന്നൊക്കെ ആയിരിക്കും പറയണത് കേട്ടോ. അല്ല വേണ്ട, സ്ട്രാറ്റജി എന്ന് എഴുതിക്കുക, അവോർഡ് മതി. സോ പെനിട്രേഷൻ ആൻഡ് സ്കിമ്മിങ് സ്ട്രാറ്റജി. പെനിട്രേഷൻ സ്ട്രാറ്റജി ആൻഡ് സ്കിമ്മിങ് പ്രൈസ് സ്ട്രാറ്റജി. ഓക്കെ, ഓക്കെ. അപ്പോ ബേസിക്കലി ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെനിട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ചാർജിങ് ലോ പ്രൈസ് അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ദി പ്രോഡക്റ്റ് ആൻഡ് ഗ്രാജുവലി ഇൻക്രീസിങ് ദ പ്രൈസ്. ഓക്കെ, ആസ് ദ ഡിമാൻഡ് പിക്സ് അപ്പ് വി ഗ്രാജുവലി ഇൻക്രീസ് ദ പ്രൈസ്. അതിനെ പെനിട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറയും. ദി ഒബ്ജക്റ്റീവ് ഇസ് ടു ക്യാപ്ചർ ദി മാർക്കറ്റ്. നമുക്ക് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യലാണ് ഒബ്ജക്റ്റീവ് അണ്ടർ പെനിട്രേഷൻ സ്ട്രാറ്റജി. ബട്ട് വെൻ വി if we are following penetration strategy, we should ensure that there is scope for market expansion. നമുക്ക് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. Only then we should follow penetration strategy. If we are into a niche market, say നമ്മളൊരു ഭയങ്കര നീഷ് ആയിട്ടുള്ള മാർക്കറ്റിലാന്ന് വിചാരിക്കും, നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സേ വരാനുള്ള, അല്ലാണ്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അല്ല, കുറച്ച് കസ്റ്റമേഴ്സേ ഉള്ളൂ, എന്തെങ്കിലും ഒരു നീഷ് ആയിട്ടുള്ള മാർക്കറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ it is not advisable to follow penetration strategy because നമുക്ക് മാർക്കറ്റ് പിന്നെ എക്സ്പാൻഡ് ചെയ്യാനില്ല, അത്ര ആൾക്കാരില്ല, മനസ്സിലായോ? അപ്പോൾ പെനിട്രേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യില്ല. ഓൺ ദ അതർ ഹാൻഡ് ദർ ഇസ് അനദർ, ഞാൻ പോയിന്റ്സ് ആയിട്ട് എഴുതാട്ടോ, നമുക്ക് എഴുതാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് എഴുതാം. പിന്നെ നമുക്ക് ഉള്ള നെക്സ്റ്റ് സ്ട്രാറ്റജി സ്കിമ്മിങ് സ്ട്രാറ്റജി. സ്കിമ്മിങ് പ്രൈസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ചാർജിങ് ഹൈ പ്രൈസസ് ഇൻ ദി ഇനിഷ്യൽ സ്റ്റേജ് ആൻഡ് ഗ്രാജുവലി റെഡ്യൂസ് ദ പ്രൈസ് ലേറ്റർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പ്രൈസ് ഹൈ പ്രൈസ് ആയിരിക്കും ഇൻ ഓർഡർ ടു സ്കിം ദ ക്രീം ഓഫ് ദ മാർക്കറ്റ്. ബിക്കോസ് ചില മാർക്കറ്റിൽ അത് നോർമലി യൂസ് ചെയ്യണത് ഈ പറഞ്ഞ പോലെ റെവല്യൂഷണറി പ്രൊഡക്ട്സിനൊക്കെ ആയിരിക്കും. ഓക്കെ, സോ ദർ വിൽ ബി സം കസ്റ്റമേഴ്സ് ഹു ആർ റിലേറ്റീവ്ലി ഇൻസെൻസിറ്റീവ് ടു പ്രൈസ്. അവര് പ്രൈസ് ഒന്നും അവർക്ക് പ്രശ്നമില്ല. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, വിൽ ചാർജ് ഹൈ പ്രൈസ് ആൻഡ് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കും. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യും, ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് കഴിഞ്ഞ് ആസ് ദി കോമ്പറ്റീറ്റേഴ്സ് എൻറ്റേഴ്സ് ദ മാർക്കറ്റ് വി വിൽ റെഡ്യൂസ് ദ പ്രൈസ്. എന്നിട്ട് നമ്മൾ പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ട് വിൽ ട്രൈ ടു ക്യാപ്ചർ ദി മാർക്കറ്റ്. അതാണ് രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എഴുതാം, നമുക്ക് ഓരോന്നും എഴുതാം. പ്രൈസിങ് ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് തന്നെ, പ്രൈസ്, പെനിട്രേഷനും സ്കിമ്മിങ്ങും. അപ്പൊ പെനിട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് എ low price for penetrating market. Using a low price for penetrating market early. Initial stage തന്നെ മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്യാൻ and gradually increase the price. Gradually increase the price as demand picks up. And gradually increase the price as demand picks up. Okay. ഇത് എപ്പോഴാ ഹെൽപ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ this is helpful in popularizing a product in a given market. If the company want to popularize a product, popularize a product എല്ലാവരിലേക്ക് എത്തിക്കുക, അതാണ് ഉദ്ദേശമെങ്കിൽ it is better to follow penetration strategy. Whereas skimming strategy എന്ന് പറയുന്നത് policy of charging high price during the early stages early stages of products existence.
ആ പ്രൊഡക്റ്റ് ആ മാർക്കറ്റിൽ എക്സിസ്റ്റ് ആയതിന്റെ ഏർലി സ്റ്റേജിൽ നമ്മൾ ഹൈ പ്രൈസ് ആയിരിക്കും ആൻഡ് ഗ്രാജുവലി റെഡ്യൂസിങ് ദ പ്രൈസ്. ഗ്രാജുവലി റെഡ്യൂസിങ് ദ പ്രൈസ്. ഇത് എപ്പോഴാണ് ഹെൽപ്ഫുൾ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഹെൽപ്ഫുൾ ഇൻ മാനേജിങ് ഹ്യൂജ് പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ. അതായത് എടാ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ കുറെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഇറക്കിയേക്കുന്ന പ്രൊഡക്റ്റ് ആണെന്നിരിക്കും, അല്ലെങ്കിൽ ഹ്യൂജ് പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ആ മാർക്കറ്റിന് ഈ പ്രൊഡക്റ്റിന് അറിയത്തില്ല, അങ്ങനെ ഹ്യൂജ് പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അല്ലെങ്കിൽ ഏർലി സ്റ്റേജസിൽ ഈ പറഞ്ഞ പോലെ കുറെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അല്ല ഏർലി സ്റ്റേജിൽ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ബിക്കോസ് ഹ്യൂജ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേജസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഇസ് ബെറ്റർ ടു ഫോളോ സ്കിമ്മിങ് സ്ട്രാറ്റജി, ബിക്കോസ് ആ ഒരു കുറച്ച് അധികം കോൺട്രിബ്യൂഷൻ കിട്ടും സിൻസ് ദ പ്രൈസ് ഇസ് ഹയർ. ഓക്കെ, സോ ദിസ് ഇസ് ഹെൽപ്ഫുൾ ഇൻ മാനേജിങ് ഹ്യൂജ് പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ ഇൻ ദ ഇനിഷ്യൽ പീരീഡ്സ്. And also recovering high cost of production. Recovering the high cost of production. Okay, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് ഈ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെച്ചോ, നിങ്ങൾ എന്തായാലും പഠിക്കണം. ബിക്കോസ് ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ കൂടെ ഇതെപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഉള്ള സാധനങ്ങൾ ഞാൻ പല സ്ഥലത്തായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് അല്ല, ഇത് മൊത്തമായിട്ട് പഠിക്കണം പഠിക്കുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ എഴുതാൻ പോണത് റീസൺസ്. ഒരു മിനിറ്റ്, നമ്മൾ ഫസ്റ്റ് ഹലോ, ഞാൻ ഓഡിബിൾ ആണോടാ? ഓഡിബിൾ ആണ് സർ. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. നമ്മളിവിടെ എന്തോ ഇത് ഈ ഭാഗത്ത് അതാണോ ഞാൻ നോക്കട്ടെ, ഓർക്കണില്ല, വെറുതെ ഒന്ന് വായിച്ചു നോക്കാം ഈ ഒരു പാർട്ട്. നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ കേട്ടോ. BD is the only manufacturer of bogies, but due to increased demand, competitors are entering the market. The division is reviewing its pricing policy and carrying out some market research. The division BD has decided to introduce new type of E-class bogies in the market and obtain the patent right for such unique bogies. High growth in future characterizes this class. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? അതെ, ഇതുണ്ടോ ഇവിടെ. റെക്കമെൻഡ് അപ്രോപ്രിയേറ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി വൈൽ ഇൻട്രൊഡ്യൂസിങ് E-class bogies. അപ്പോൾ E-class bogie ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു തീർന്നിട്ടില്ല കേട്ടോ, നമുക്ക് ഇനിയും പോയിന്റ്സ് എഴുതാനുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചാണ്, അതൊക്കെ കഴിയുമ്പോഴേ എഴുതാൻ പറ്റുള്ളൂ. റീസൺസ് ഫോർ യൂസ് അല്ലെങ്കിൽ വെൻ ക്യാൻ ദ പ്രൈസിംഗ് സ്ട്രാറ്റജി യൂസ്ഡ്, അതാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നെ കണ്ടോ. ഇത് ഇത്രയും പ്രോബ്ലം ഒക്കെ ഉണ്ട്, അതിന്റെ താഴെ റെക്കമെൻഡ് അപ്രോപ്രിയേറ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി. അപ്പൊ അങ്ങനത്തെ സംഭവം എഴുതുമ്പോൾ നമ്മൾ എഴുതാൻ പോണത് E-class bogie എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ എഴുതണം, അല്ലാണ്ട് ഈ പഠിച്ച തിയറി അതേപോലെ എഴുതാൻ പാടില്ല. പക്ഷെ അത് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബേസ് വേണ്ടേ, അതാണ് നമ്മൾ മാക്സിമം അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ മുമ്പ് എപ്പോഴും ഞാൻ പഠിപ്പിക്കുന്നത്, മുമ്പ് എപ്പോഴും അല്ല എല്ലാരും പഠിപ്പിക്കുന്നത് ഈ കേസ് സ്റ്റഡീസ് ഒക്കെ അങ്ങനെ കേസ് സ്റ്റഡി ആയിട്ടായിരുന്നു പഠിപ്പിക്കണം. ഓരോ കേസ് സ്റ്റഡി നമ്മൾ വായിച്ചാൽ അതിന്റെ ആൻസർ നമ്മൾ പഠിക്കണം. നമുക്ക് അങ്ങനെ പഠിക്കണ്ട. ഞാനപ്പോ മാക്സിമം ട്രൈ ചെയ്യണത് ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ ആ ടോപ്പിക്കിലുള്ള എല്ലാ കേസ് സ്റ്റഡി ഒക്കെ പോയി നോക്കിയിട്ട് ഇങ്ങനെ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടി ആണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണത്. അപ്പൊ അത് പഠിച്ചു വെച്ചിട്ട് നമുക്ക് പിന്നെ കേസ് സ്റ്റഡി തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കാം. ബിക്കോസ് എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേസ് സ്റ്റഡിയുടെ ആൻസേഴ്സ് എല്ലാം വേറെ വേറെ ഉണ്ട്. ബിക്കോസ് ഈ കേസ് സ്റ്റഡി ഉണ്ടാക്കുന്നത് ഒരാളല്ലല്ല,
ഇത് പല പല ആൾക്കാർ സബ്മിറ്റ് ചെയ്തേക്കുന്ന കേസ് സ്റ്റഡിയാ. അപ്പൊ ഇതിലുള്ള സെന്റൻസും അവര് എഴുതിയേക്കുന്ന രീതിയെല്ലാം വേറെ വേറെ ഇരിക്കും. നമുക്ക് ഓരോ പ്രാവശ്യവും പുതിയത് വായിക്കുമ്പോൾ പുതിയ പോലെ തോന്നും. മനസ്സിലായി? അപ്പൊ നമുക്ക് ആ ആൻസറിൽ എത്താൻ ഇത്തിരി പാടാണ്. അപ്പൊ ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു തിയറി ബാക്കപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് എത്താൻ പറ്റും അതിലോട്ട്, നമുക്കൊരു ആൻസർ ഉണ്ടാക്കാൻ പറ്റും, അത് നോക്കാം. ഓക്കെ, ബിക്കോസ് എല്ലാ കേസിനും വേറെ വേറെ ആൾക്കാർ സബ്മിറ്റ് ചെയ്തേക്കുന്നതാണ്. ഇനി അതേപോലെ പുതിയ കേസ് സ്റ്റഡി ആയിരിക്കും എക്സാമിന് വരുന്നത്. അപ്പൊ അവരുടെ ആൻസർ എന്താണെന്ന് നമുക്ക് അറിയില്ല. അതിലോട്ട് എത്തിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പഠിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഈ പഠിച്ചതിന്റെ താഴെ എഴുതിക്കോ റീസൺസ്. അയ്യോ, പ്രൈസിംഗ് നോട്ട്സ്. റീസൺസ് for use. Reasons for use അല്ലെങ്കിൽ when can this be used, എപ്പോ ഒരു ഈ പ്രൈസിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് അതിന്റെ ആൻസർ പോലെ എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് സ്കോപ്പ് ഓഫ് മാർക്കറ്റ് എക്സ്പാൻഷൻ എന്നൊക്കെ പറഞ്ഞില്ല, അതേപോലെ തന്നെ പോയിന്റ്സ് എഴുതും. അപ്പൊ 2 അല്ലേ, നേരത്തെ കണ്ടിന്യൂ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ എന്തായിരുന്നു? പെനിട്രേഷൻ. പെനിട്രേഷൻ സ്ട്രാറ്റജി ആൻഡ് സ്കിമ്മിങ്. അപ്പൊ എഴുതിക്കോ ഫസ്റ്റ് പോയിന്റ്, can be used only if there is scope for market expansion. Can be used only if there is scope for market expansion. And the continuation ആയിട്ട് എഴുതിക്കോ, and there will be savings in large scale production. ഓക്കെ, അതായത് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സ്കെയിൽ ചെയ്ത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന്റെ ബെനിഫിറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. എന്നാലാണ് പെനിട്രേഷൻ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവുള്ളൂ. അല്ലാണ്ട് മാസ് പ്രൊഡക്ഷൻ പറ്റാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ, അത്ര സ്കെയിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പെനിട്രേഷൻ പോളിസി ഈസ് നോട്ട് മച്ച് അഡ്വൈസബിൾ. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് is elastic. അതായത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ മാർക്കറ്റ് അങ്ങനെയാണ്, അവര് പ്രൈസ് കുറയണമെന്നൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രൈസ് കുറഞ്ഞാലൊന്നും അവർക്ക് വലിയ അങ്ങനത്തെ മാർക്കറ്റ് അല്ല. പ്രൈസ് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് ആണെങ്കിൽ ഇത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ഫോളോ ചെയ്യാം? സ്കിമ്മിങ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. മനസ്സിലായോ? ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ സ്കിമ്മിങ് സ്ട്രാറ്റജി അല്ലേ? എപ്പോഴും മിക്കവാറും മൊബൈൽ ഫോൺസ് ഒക്കെ വന്ന സ്കിമ്മിങ് സ്ട്രാറ്റജിയാണ്. ഫസ്റ്റ് ആ ഒരു നീഷ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് എടുക്കും. അവര് ദേ ആർ ഇൻസെൻസിറ്റീവ് ടു ദ പ്രൈസ്. അവർ ആദ്യം വാങ്ങിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദേ വിൽ ഗ്രാജുവലി റെഡ്യൂസ് ദ പ്രൈസ്. അപ്പോൾ ബാക്കിയുള്ള മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്ത് എല്ലാവരും വാങ്ങിക്കും. അങ്ങനെയല്ലേ? ഐഫോണൊക്കെ എപ്പോഴും അങ്ങനെയല്ലേ വന്നു. സോ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇസ് ഇലാസ്റ്റിക് ആൻഡ് അത്രേ ഉള്ളൂ. ഒരു പോയിന്റ് എഴുതാണ്ട്, അത് ലാസ്റ്റ് ഞാൻ പറയാം. അത് ലാസ്റ്റ് എഴുതാം. പിന്നെ സ്കിമ്മിങ് സ്ട്രാറ്റജി ആണെങ്കിൽ when it can be used when demand when the customers അല്ലെങ്കിൽ when the market is insensitive to price. Market is insensitive to price എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക്. ഈ വേർഡ്സ് ഒക്കെ നോക്കി വെക്കണം, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതൊക്കെ ഉണ്ടാവുമേ, ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് എന്നൊക്കെ. ആൻഡ് സെക്കൻഡ്, after skimming the cream of the market, insensitive customers-ന്റെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഒക്കെ ഏൺ ചെയ്ത് കഴിയുമ്പോൾ, ആഫ്റ്റർ സ്കിമ്മിങ് ദ ക്രീം ഓഫ് ദി മാർക്കറ്റ്, പ്രൈസ് ക്യാൻ ബി ഗ്രാജുവലി റെഡ്യൂസ്ഡ്.
ഇത് ഞാൻ ഇങ്ങനെ ആക്കിയെന്നുള്ളത് എന്താന്ന് പറയട്ടാ, നമ്മുടെ ടെക്സ്റ്റിലെ ഒരെണ്ണത്തിന് വെൻ ക്യാൻ ദിസ് ബി യൂസ്ഡ് എന്നാണ് പെനിട്രേഷന്, മറ്റേതിന്റെ അവിടെ വാട്ട് ആർ ദ റീസൺസ് ഫോർ യൂസ് എന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അത് അത്ര മാച്ച് ആവാത്ത പോലെ തോന്നണത്. ഡിഫറൻസ് പോലെ എഴുതാൻ പറ്റില്ല. ബിക്കോസ് ഇതില് ഈ രണ്ടാമത്തെ പോയിന്റ് ഉണ്ടല്ലേ, സ്കിമ്മിങ്ങില് രണ്ടാമത്തെ പോയിന്റ് ജസ്റ്റ് ഇത് എപ്പോ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പോലെ പറഞ്ഞേക്കണത്. ആദ്യം when the market is insensitive to price, അല്ലെങ്കിൽ ആ ഫസ്റ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മൾ സ്കിം ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ സ്കിമ്മിങ് ദ ക്രീം ഓഫ് ദ മാർക്കറ്റ് പ്രൈസ് ക്യാൻ ബി ഗ്രാജുവലി റെഡ്യൂസ് കേട്ടോ. അല്ലാണ്ട് ഇത് ഡിഫറൻസ് പോലെ വിചാരിക്കണ്ട, ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ശരി, ഒരു കാര്യം കൂടി, ഇൻ കേസ് there is threat of competition, എന്താണ് it is better to use, ഏതായിരിക്കും കോമ്പറ്റീഷൻ ത്രെറ്റ് ഉണ്ടെങ്കിൽ ഏത് യൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ തോന്നണത്? എന്ത് യൂസ് ചെയ്യാൻ പറ്റും? penetration strategy. Okay, it is better to use penetration strategy. Okay. ശരി, ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. നമുക്ക് വേറെ ഒന്ന് വായിച്ചു നോക്കാം. നമ്മളിപ്പോ പറഞ്ഞില്ലേ ഈ ക്ലാസ് ബോഗീസിന്റെ കാര്യം പറഞ്ഞില്ലടാ, അതാണ്. അപ്പോ ഇവരെങ്ങനെയാ അത് ആൻസർ ചെയ്തേക്കണേന്ന് നോക്കാം. അയ്യോ, ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തുണ്ടാ ഇനി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ? അല്ല, ഇവിടെ തന്നെ ഉണ്ടാവല്ലോ. നോക്കട്ടെ. നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. നമുക്ക് അത്ര ഒന്നും ആൻസർ ചെയ്യാറൊന്നും ചിലപ്പോൾ ആയിട്ടുണ്ടാവത്തില്ല. നമുക്ക് പഠിച്ചു വരാലോ. വെറുതെ ഒന്ന് വായിച്ചു നോക്കാം. എനിക്കറിയില്ല ആൻസർ കറക്റ്റ് ആണെന്ന്. നമുക്ക് വെറുതെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. BD is the only manufacturer of bogies due to increased demand. അത് വേറെ നാണ്ടിന്റെയാണ്. കോമ്പറ്റീറ്റേഴ്സ് ആർ entering the market. കോമ്പറ്റീറ്റേഴ്സ് എൻ്റർ ചെയ്യുന്നുണ്ട്. ഡിവിഷൻ is reviewing its pricing policy and carrying out some market research. After the market research, division BD has decided to introduce new type of E-class bogies in the market and to obtain patent right for such unique bogies. So the company is going to introduce a new type of product into the market and they are going to obtain patent right for such bogies. High growth in future characterizes this class. Future high growth ഉണ്ട്. Recommend appropriate pricing strategy while introducing E-class bogies. ഏത് ചെയ്യണം എന്നാ നിങ്ങൾക്ക് തോന്നണം? സജയ്, എന്താണ് തോന്നണം? പേറ്റന്റ് അവൈലബിൾ ആയതുകൊണ്ട് സ്കിമ്മിങ് പ്രൈസ് സ്ട്രാറ്റജിയിലേക്ക് പോവാം. പേറ്റന്റ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് പറയാം there is no threat of immediate competition, so it is better to follow skimming strategy. പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുന്നില്ല അങ്ങനെ ഒറ്റ ലൈനിലല്ല. നമ്മൾ മാർക്ക് നോക്കണം, ഒബ്വിയസ്ലി മാർക്ക് നോക്കണം എന്തോരം ഉണ്ടെന്ന്.
അതേപോലെ പിന്നെ ഇവിടെ പറയണ്ടല്ലോ ഹൈ ഗ്രോത്ത് ഇൻ ഫ്യൂച്ചർ ക്യാരക്ടറൈസസ് ദിസ് ക്ലാസ്. അപ്പൊ ആ ഒരു പോയിന്റ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വെൻ ദർ ഇസ് ഹൈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇൻ എ മാർക്കറ്റ് പെനിട്രേഷൻ പോളിസി ക്യാൻ ഓൾസോ ബി ഫോളോഡ് അങ്ങനെയൊക്കെ പറയുമല്ലോ. പക്ഷെ നമ്മൾ ലാസ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയണം. അപ്പൊ പേറ്റന്റ് ഉള്ളതുകൊണ്ട് സ്കിമ്മിങ് ഫോളോ ചെയ്യാമെന്നാണ് നമുക്ക് തോന്നണം അല്ലെ. അപ്പൊ നമുക്ക് വെറുതെ ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ആൻസർ ചെയ്തേക്കണെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും. ഇവര് എഴുതിയേക്ക് നോക്കിയേ. When a new product is launched into the market, management can adopt either skimming policy or penetration policy. കണ്ട, റെക്കമെൻഡേഷൻ മാർക്ക് അനുസരിച്ച് കുറച്ച് എലോബറേറ്റ് ആയിട്ട് എഴുതാനുണ്ട്. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് പോയിന്റ് ഓക്കെ, ദ ഐഡിയ ബിഹൈൻഡ് സ്കിമ്മിങ് സ്ട്രാറ്റജീസ് ടു ഇൻറ്റൻഷനലി കീപ് പ്രൈസ് ഹൈ ടു റിക്കവർ ഹൈ R&D ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻസസ് അസോസിയേറ്റഡ് വിത്ത് ഡെവലപ്പിംഗ് എ ന്യൂ പ്രോഡക്റ്റ്. അത് നമ്മൾ എഴുതിയ പോയിന്റിലില്ലേ ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞ് എഴുതിയില്ലേ. സ്കിമ്മിങ് strategies adopted അല്ലെങ്കിൽ it is helpful in managing huge promotional expenditure in the initial periods, also recover high cost of production. അതാണ് പറഞ്ഞേക്കണം. പ്രൈസ് ഹൈ ആയിട്ട് വെക്കും. ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ to recover the R&D and marketing expenses associated with developing a new product. R&D റിസർച്ച് ഒക്കെ ഉണ്ടെങ്കിൽ സ്കിമ്മിങ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. For price skimming to work, product must be perceived as having unique advantage over its competing products, very difficult to copy or protected by patents. ഈ പോയിന്റ് നമ്മുടെ ടെക്സ്റ്റിലൊന്നും ഇല്ല, മനസ്സിലായി. ഇത് നമ്മാര് കൈന്നിട്ടേക്കാണ്. അതാ ഞാൻ പറഞ്ഞ, ഇത് മാത്രം നമ്മള് കേസ് സ്റ്റഡി മാത്രം പഠിച്ചു പോകണമെങ്കിൽ എങ്ങനെ നമുക്കത് എങ്ങനെ എത്തിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എല്ലാ പോയിന്റ്സ് വെച്ചിട്ട് ബിൽഡ് ചെയ്യാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ നമുക്ക് ഇതൊരു നല്ല പോയിന്റ് ആയിട്ട് തോന്നിയില്ലേ, അപ്പൊ നമുക്ക് ആ സ്കിമ്മിങ് സ്ട്രാറ്റജിയുടെ താഴെ അത് എഴുതി വെച്ചേക്കാം, മനസ്സിലായോ. അപ്പൊ ഇനി അടുത്ത കേസ് ഇത് വേണ്ട, കേസ് സ്റ്റഡി ഫുള്ള് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതൊന്ന് എഴുതി വെച്ചോ, ഫോർ സ്കിമ്മിങ് ടു വർക്ക്. ഒരു മിനിറ്റ്, എന്റെ മൈക്ക് ഓഫ് ആയി, ബാറ്ററി ഓഡിബിൾ ആണോടാ? ഓഡിബിൾ ആണ് സർ. എടാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞായിരുന്നു. ഓഡിബിൾ ആണ് സർ. എനിക്ക് ഓഡിബിൾ അല്ല, ഒരു മിനിറ്റ് ഞാൻ തെറ്റിക്കോട്ടെ. അല്ല ഓഡിബിൾ അല്ല, കേൾക്കത്തില്ല. ഒരു മിനിറ്റ്, ഞാൻ ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. എടാ എന്തെങ്കിലും ഒന്ന് പറയോടാ. ഓഡിബിൾ ആണ് സർ. വോയിസ് ഭയങ്കര കുറവാണ്. വോയിസ് കുറവാണോ? ഓക്കെ, ഇപ്പഴാ അത് ഇപ്പൊ കേൾക്കാമോ? അത് ഈ മൈക്രോഫോണിന്റെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ പോയിന്റ് എഴുതിയില്ലേ, ഇത് എഴുതി വെച്ചോ. ഫോർ സ്കിമ്മിങ് ടു വർക്ക്, പ്രൊഡക്റ്റ് മസ്റ്റ് ഹാവ്, അല്ല ഇവര് പെർസീവ്ഡ് ആസ് ഹാവിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അങ്ങനെ പ്രസന്റ് ചെയ്താൽ മതി. അതാണ് അതിന്റെ മീനിങ്. ദ പ്രൊഡക്റ്റ് മസ്റ്റ് ബി പെർസീവ്ഡ് ആസ് ഹാവിംഗ് എ യൂണീക് അഡ്വാൻറ്റേജ്. ഐഫോണൊക്കെ
ഭയങ്കര സംഭവമാണെന്നൊക്കെ ചിലപ്പോൾ തോന്നും, അല്ലെങ്കിൽ അവർ തോന്നിപ്പിക്കാനാണ്. അങ്ങനത്തെ ഒരു ഇതല്ലേ, ചിലപ്പോൾ എല്ലാ ഫീച്ചേഴ്സൊക്കെ കുറേയൊക്കെ അവർ തോന്നിപ്പിക്കുകയാണ് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ. പക്ഷെ അത് അതിനു മുമ്പ് ചിലപ്പോൾ ആൻഡ്രോയിഡിൽ വന്നിട്ടുള്ള കാര്യമായിരിക്കും. അവരവരുടെ കീനോട്ട് അഡ്രസ്സിലൊക്കെ ഭയങ്കര ഇതായിട്ടൊക്കെ പറയും. സോ അതാണ് അത് മീൻ ചെയ്യണത്. The product must be perceived as having unique advantage over its competing products and very difficult to copy or protected by patents. Okay. അപ്പോൾ അതെഴുതി. ഞാൻ തന്നേക്കണ നോട്ട്സിലില്ലേ, ഇപ്പൊ നമ്മൾ എഴുതിയ ടെക്സ്റ്റ് തന്നേക്കണ നോട്ട്സിൽ ഇത് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ നോട്ടിൽ ഇപ്പോൾ എഴുതിയല്ലോ. ഓക്കെ, ഇനി നോക്കിയേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് 2 പോയിന്റ് ഇവന്മാര് ജനറൽ പോയിന്റ് എഴുതിയത്. ഇനി ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന പോയിന്റ്സ് ആണ്. Division BD may follow skimming strategy by taking advantage of the distinctive features of bogie E. എന്താണ് ഫീച്ചേഴ്സ് നോക്കാം. High prices in the early stages of bogey's life cycle are expected to generate high initial cash flow. This will help the division to recover the high development cost it would incur. High development cost it would incur. Further, this new bogie is protected from competition through entry barrier. Such barrier as patent. Okay. അപ്പോൾ ആ പോയിന്റ് ആണ്. അതായത് പേറ്റന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഇതിനെക്കുറിച്ചാണ്, അതായത് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തേക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് എഴുതുന്നത്. ഇതിന്റെ ഏത് ഫോളോ ചെയ്യണം, റെക്കമെൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ ഉണ്ടാവണം. അവിടെ ഇവിടെയും തൊടാതെ എഴുതരുത്. റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഒരു റെക്കമെൻഡേഷൻ കൊടുക്കണം. അല്ലാണ്ട് ആൻസർ വായിച്ച് കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവണ പോലത്തെ സാധനം എഴുതരുത്. തെറ്റാണെങ്കിലും കുഴപ്പമില്ല, ഉറപ്പായിട്ട് പറയണം. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യണത്, എൻ്റെ റീസൺ ഇതാണ്, അങ്ങനെ പറയണം. മനസ്സിലായ? ചില സാധനങ്ങൾക്ക് അങ്ങനെ ഒരു ആൻസർ എന്നൊന്നും പറയാൻ പറ്റില്ലേ. അപ്പോൾ എന്താ നമ്മൾ പറയണം അത് ഉറപ്പിച്ച് പറയുക, അതിനെ ബാക്ക് ചെയ്യാനുള്ള റീസണും കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പേറ്റന്റ് റൈറ്റ് ഉണ്ട്, എൻട്രി ബാരിയർ ആണ്, അപ്പൊ പെട്ടെന്ന് കോമ്പറ്റീഷൻ വരില്ല. അതുകൊണ്ട് ഇറ്റ് ഇസ് ബെറ്റർ ടു ഫോളോ സ്കിമ്മിങ് സ്ട്രാറ്റജി. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഹൈ പ്രൈസ് അല്ലെ ഇനിഷ്യലി ചാർജ് ചെയ്യുന്നത്. ദേ ക്യാൻ റിക്കവർ, അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ മാനേജിങ് ഹ്യൂജ് പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ ഇൻ ദ ഇനിഷ്യൽ പീരീഡ്സ് എന്ന് എഴുതി വെച്ചിട്ടില്ലേ. സ്കിമ്മിങ് എടുത്താനുള്ള ബെനിഫിറ്റ് എന്താണെന്ന്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെനിട്രേഷന്റെ കാര്യവും കൂടി ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്താ നോക്കാം. വിത്ത് പെനിട്രേഷൻ സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞേക്കാണ്, ലോ പ്രൈസസ് ഇനിഷ്യലി ചാർജ് ഫോർ ദ പ്രോഡക്റ്റ് റാദർ ദാൻ ഹൈ പ്രൈസസ്. The idea behind is that the price will make the product accessible to many buyers. Therefore, high sales will compensate for lower prices being charged. നമ്മളിവിടെ എഴുതിയല്ല എന്താ ഹെൽപ്ഫുൾ എഴുതിയിട്ടുണ്ട്. ടു പോപ്പുലറൈസ് എ പ്രോഡക്റ്റ് ആൻഡ് ടു ഗെയിൻ മാർക്കറ്റ് ഷെയർ. മനസ്സിലായ? അപ്പൊ ഞാനതാ പറഞ്ഞത്, ഈ സെന്റൻസിൽ എത്തിക്കാൻ ഒരിക്കലും നോക്കല്ലേ. ഈ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ ഇത്തിരി ചേഞ്ച് ചെയ്ത് അടുത്ത പ്രാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ സജസ്റ്റഡ് ആൻസർ വേറെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ആൾ കൊടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അവർ അവരുടെ ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും എഴുതുന്നത്. അപ്പൊ നമുക്ക് അതിലെത്തിക്കാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും. അത് വേണ്ട, നമ്മൾ പോയിന്റ്സ് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ മതി നമ്മുടെ നോട്ട്സിൽ. ഓക്കെ, പെനിട്രേഷൻ പ്രൈസിങ് അഡോപ്റ്റ് ചെയ്യണത് എപ്പോഴാണ്? ഫോർ റാപ്പിഡ് മാർക്കറ്റ് അക്സെപ്റ്റൻസ്, മാക്സിമം സെയിൽസ് ആൻഡ് ഡിസ്കറേജിങ് കോമ്പറ്റീഷൻ ഫ്രം ദ മാർക്കറ്റ്. However, this strategy is not for all companies. എന്തുകൊണ്ടാണ്? Because it requires a cost structure and scale economies that remain unaffected by narrow profit margin. അതായത് ആ എക്കണോമി ഓഫ് സ്കെയിൽ ഉണ്ടാവണം. നമ്മൾ അങ്ങനെ എന്തൊരു പോയിന്റ് ചെയ്തിട്ടുണ്ടല്ലോ. It can be used only if there is scope of market expansion and there will be savings on large scale production. അതുണ്ടെങ്കിൽ മാത്രമാണ് we can follow penetration strategy. Okay, the circumstances which may favor penetration policy are high elastic demand for the product. അപ്പൊ ഞാൻ അതിവിടെ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്, അതായത് ലോവർ ദ പ്രൈസ് ഹയർ ദ ഡിമാൻഡ്. ദിസ് സിറ്റുവേഷൻ ഇസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ കേസ് ഓഫ് ബോഗി ഇ. ബോഗി ഇ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഹൈ ഇലാസ്റ്റിക് പ്രോഡക്റ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ സെക്കൻഡ്, if significant economy of scale could be achieved so that higher sales volume would result in reduction in cost. However, in this case it cannot be ascertained. ഈ ബോഗി കൂടുതൽ ബോഗീസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്കണോമി ഓഫ് സ്കെയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഓൾസോ where entry barriers are low,
എൻട്രി ബാരിയേഴ്സ് കുറവുള്ളപ്പോഴാണ് പെനിട്രേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. ഈ കേസിൽ പുതിയ കോമ്പറ്റീറ്റേഴ്സിന് വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ പേറ്റന്റ്. പിന്നെ ലാസ്റ്റ് പോയിന്റ്, ഇഫ് ദ കമ്പനി ഡിസയേഴ്സ് ടു ഷോർട്ടൻ ദ ഇനിഷ്യൽ പീരീഡ് ഓഫ് പ്രൊഡക്ട്സ് ലൈഫ് സൈക്കിൾ. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. അത് ഈ ചാപ്റ്ററിൽ ഇനി വരുമ്പോൾ ഈ പോയിന്റ് നമ്മൾ പഠിക്കുക. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അടുത്ത ടോപ്പിക്കാണ് പഠിക്കാൻ പോണത്. അപ്പോൾ പഠിക്കും. പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേക്കാം. ഇഫ് ദ കമ്പനി ഡിസൈഡ്സ് ടു ഷോർട്ടൻ ദ ഇനിഷ്യൽ പീരീഡ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ടു എൻ്റർ ദ ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി സ്റ്റേജ് ക്വിക്ലി. ആക്ച്വലി life cycle of a product can be divided into 4: introduction stage, growth stage, maturity stage, and decline stage. Introduction stage is the stage where a product is newly introduced into the market. അത് കഴിഞ്ഞിട്ട് next stage എന്ന് പറയുന്നത് growth stage ആണ്. when the sale is rapidly increasing, growth stage എന്ന് പറയും. അത് കഴിഞ്ഞ് next stage is maturity stage. ആ സെയിൽസ് സ്റ്റാഗ്നന്റ് ആവും. ആ പീക്കിൽ എത്തുന്ന സ്റ്റേജിന് മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഇഫ് എ കമ്പനി വാണ്ട് ടു ഷോർട്ടൻ ദ ഇനിഷ്യൽ പീരീഡ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, അവർക്ക് പെട്ടെന്ന് ഗ്രോത്ത് സ്റ്റേജിലേക്കും മെച്യൂരിറ്റി സ്റ്റേജിലേക്കും എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ദേ ക്യാൻ ഫോളോ പെനിട്രേഷൻ സ്ട്രാറ്റജി. ബിക്കോസ് സ്കിമ്മിങ് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഹൈ പ്രൈസ് ആണ്, പെട്ടെന്ന് ഗ്രോത്ത് ഒന്നും വരത്തില്ല അല്ലെ, കുറച്ച് സെയിൽ കുറവായിരിക്കും. സോ ഇഫ് ദ കമ്പനി വിഷ് ടു റെഡ്യൂസ് ദി ഇനിഷ്യൽ പീരീഡ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, എന്ത് ചെയ്യണം? ദേ ക്യാൻ ഫോളോ പെനിട്രേഷൻ സ്ട്രാറ്റജി. ഓക്കെ, എന്നിട്ട് അവസാനം പറഞ്ഞിട്ടുണ്ട്, റെക്കമെൻഡേഷൻ ഉണ്ട്. ഡ്യൂ ടു ദ യുണീക്നെസ്, ഹെവി R&D കോസ്റ്റ് ആൻഡ് ബാരിയർ ടു എൻട്രി ഫോർ കോമ്പറ്റീറ്റർ, skimming strategies appear to be more appropriate pricing for bogie. ഈ സാധനം ഉണ്ടാവണം കേട്ടോ. ഒരു റെക്കമെൻഡ് എന്നുള്ള വേർഡ് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ there should be a recommendation. ഫൈനലി നമ്മൾ എന്താ പറയണമെന്നുള്ള കാര്യം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ പേടിക്കാന്നും വേണ്ട. ഒയ്യോ ഉമ്മാർ ഇത്ര എഴുതിയല്ലാന്നൊന്നും പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട. നമ്മൾ അതിനുള്ള പോയിന്റ്സ് ആണ് ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ടെക്സ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവുമൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അങ്ങനെ പുതിയ പുതിയ കേസ് സ്റ്റഡി നോക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലോട്ട് നമുക്ക് എത്താൻ പറ്റില്ല. നമുക്ക് മാക്സിമം പോയിന്റ്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇതിൽ വല്ലതും വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം കേട്ടോ, നമ്മുടെ പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കാം. ഇപ്പോൾ നമ്മൾ റീസൺസ് ഫോർ എഴുതിയില്ലേ, അതിൽ ഇതൊക്കെ ഉണ്ടാ നോക്കിയേ. ഹൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, ഉണ്ട്. എക്കണോമി ഓഫ് സ്കെയിലിൻ്റെ ആരും എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട് അല്ലെ. ദർ വിൽ ബി സേവിങ്സ് ഓൺ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അവിടെ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിക്കോ. അതാണ് ഈ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ് ഇക്കണോമി ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ദർ വിൽ ബി സേവിങ്സ് ഓൺ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് വെൻ ദർ ഇസ് എക്കണോമി ഓഫ് സ്കെയിൽ. ഇതും എഴുതാം, ഇതും നമുക്ക് എഴുതി വെച്ചേക്കാം. എൻട്രി ബാരിയേഴ്സ് ആർ ലോ. വെൻ ദ എൻട്രി ബാരിയേഴ്സ് ആർ ലോ, പെനിട്രേഷൻ പോളിസി ആണ്. ഇപ്പുറത്തെ സൈഡിൽ വെൻ ദർ ഇസ് സിഗ്നിഫിക്കൻറ്റ് എൻട്രി ബാരിയേഴ്സ് എന്ന് എഴുതി വെച്ചോ, സ്കിമ്മിങ്ങിന്റെ താഴെ. ഈ സാധനം വേണമെങ്കിൽ എഴുതി വെച്ചു, ഇത്രയും വരെ എഴുതിയാൽ മതി. പെനിട്രേഷൻ്റെ താഴെ ഇഫ് ദ കമ്പനി ഡിസയേഴ്സ് ടു ഷോർട്ടൻ ഇനിഷ്യൽ പീരീഡ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇവിടം വരെ എഴുതിക്കോ, ഇവിടം വരെ എഴുതിക്കോ, ഇവിടം വരെ. When the company desires to shorten the initial period of product life cycle to enter the growth and maturity stage quickly. ഓക്കെ അല്ലേ? അപ്പൊ കണ്ടില്ലേ, നമ്മൾ ഇത് ഇത്രയും ഉള്ള കേസ് സ്റ്റഡി. നിങ്ങൾ രണ്ടാമത് ഈ കേസ് സ്റ്റഡി പഠിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഈ കേസ് സ്റ്റഡി എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ആ പോയിന്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിത് റിവൈസ് ചെയ്യുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് നിങ്ങളോട് എഴുതി നോക്കണം എന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? ആ ക്വസ്റ്റ്യൻ ഉണ്ടാവും. വെൻ ഇസ് പ്രൈ, ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. വെൻ ക്യാൻ പ്രൈ ദ സ്ട്രാറ്റജി ഫോളോഡ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് എഴുതി നോട്ടിൽ നോക്കണം. മനസ്സിലായ? അടുത്ത പ്രാവശ്യം ഒരു കേസ് സ്റ്റഡി വരുമ്പോൾ
നമുക്ക് ഇത്രയും ക്രക്സ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻ വെച്ച് അനാലിസിസ് പോലെ എഴുതണം. ഓക്കെ, വീണ്ടും ഇത് ഷെയർ ചെയ്യട്ടെ. നെക്സ്റ്റ് ഹെഡിങ് നമുക്ക് ഇത്രയല്ലേ, അതും കൂടെ എടുക്കാം. നാളെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും. ഞാൻ ലേണിംഗ് കർവ് എന്ന് പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ പഠിപ്പിക്കും. ഇന്ന് നമുക്ക് ഈ തിയറിയുടെ കുറെ അങ്ങോട്ട് തീർക്കാം. സോ നെക്സ്റ്റ് ഹെഡിങ് ഇരിക്കും. Okay, so next heading, pricing and product life cycle. Next heading. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിക്കോ. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടില്ല, അതേപോലെ രണ്ട് ക്വസ്റ്റ്യൻ, ആകെ 4-5 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതിൽ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യനിൽ ഈ സെയിം സാധനം തന്നെ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിലൊക്കെ പോയിട്ട് പോയിന്റ്സ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റേജിന്റെയും അതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 4 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജസ് ഇൻ ലൈഫ് സൈക്കിൾ. ലൈഫ് സൈക്കിളിൽ 4 സ്റ്റേജ് ഉണ്ട്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ് ആൻഡ് ഡിക്ലൈൻ സ്റ്റേജ്. ഓക്കെ, ഇല്ലടാ, ആക്ച്വലി നമുക്ക് ഇനി ഒരു ചാപ്റ്റർ, എനിക്ക് തോന്നുന്നു അടുത്ത ചാപ്റ്ററിൽ, ചാപ്റ്റർ 4-ലോ 5-ലോ എന്തോ ആണ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു യൂണിറ്റ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഓക്കെ, വാട്ട് ആർ ദീസ്. സൗണ്ട് ഭയങ്കര കുറവാണ്. സോറി. ഓക്കെ, സോ ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളിനി പഠിക്കാൻ പോണ ഒരു ചാപ്റ്ററിലേ നമുക്ക് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് തന്നെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ പഠിക്കും വാട്ട് ആർ ദ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് പ്രൊഡക്ട്സ് ലൈഫ് സൈക്കിൾ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോണ അടുത്ത ചാപ്റ്ററിലാണ്. ഈ ചാപ്റ്ററിൽ ഞാനപ്പോൾ അതൊന്നും പറയണില്ല, ബിക്കോസ് അത് നമുക്ക് വേറെ ഉണ്ട്. നമ്മൾ പഠിക്കാൻ പോണത് what are the changes in selling price and unit production cost. അതാണ് എല്ലാ ക്വസ്റ്റ്യനിലും വന്നേക്കുന്ന സാധനം. അപ്പൊ അത് നമുക്ക് എല്ലാ സ്റ്റേജിന്റെയും പഠിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറയാം, നോക്കിയേ, explain with reasons the changes to the unit selling price and the unit production cost that could occur when the products move from the previous stage into each of the following stages of life cycle. അപ്പൊ ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളില് ഈ പ്രൊഡക്റ്റ് ഇതിന്റെ പ്രീവിയസ് സ്റ്റേജിൽ നിന്ന് ഈ പ്രൊഡക്റ്റിലേക്ക് മാറുമ്പോൾ, ഗ്രോത്തിന്റെ പ്രീവിയസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. സോ വെൻ ദ പ്രൊഡക്റ്റ് ഇസ് മൂവിംഗ് ഫ്രം ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ടു ഗ്രോത്ത് സ്റ്റേജ്, വാട്ട് ആർ ദ ചേഞ്ചസ് in selling price and production cost, unit production cost, per unit selling price ലും per unit production cost ലും എന്ത് ചേഞ്ചസ് ആണ് സംഭവിക്കാൻ പോണത്. അതേപോലെ when the product is moving from growth stage to maturity stage, what are the changes that is going to happen. മനസ്സിലായി? ഇത് ഞാൻ 2-3 ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് ഈ സെയിം. അപ്പോൾ
ഇത് നമുക്ക് എല്ലാ സ്റ്റേജസിന്റെ അങ്ങോട്ട് പഠിക്കാം. അപ്പോൾ അത് വെച്ചിട്ട് എഴുതാൻ പറ്റുമല്ലോ ഏത് സ്റ്റേജ് ചോദിച്ചാലും. അല്ലാണ്ട് നമ്മൾ ഈ ഗ്രോത്ത് മെച്യൂരിറ്റി മാത്രം പഠിക്കുന്നതിന് പകരം എല്ലാ സ്റ്റേജിന്റെയും വാട്ട് ആർ ദ ചേഞ്ചസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. അല്ലാണ്ട് ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ട് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെന്റ് സ്റ്റേജസ് നമുക്ക് അറിയില്ല. അത് നമ്മൾ വേറെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എഴുതാം. അതും കൂടെ മതിയാവും. ഇന്ന് നമുക്ക് അത്രയും കൂടി കഴിയുമ്പോഴത്തേക്ക് നിർത്താം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പ്രൈസ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ചേഞ്ച് ഇൻ പ്രൈസ് പറയാൻ പറ്റില്ല, ബിക്കോസ് ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ്. സോ ഇൻ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് പ്രൈസ് എങ്ങനെയായിരിക്കും ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ? എന്താ തോന്നണം? ഹൈ ആയിരിക്കുമോ ലോ ആയിരിക്കും? ലോ ആയിരിക്കും. എന്തുകൊണ്ടാണോ ലോ? നമ്മുടെ പ്രൈസിംഗ് സ്ട്രാറ്റജി പോലെ നമ്മുടെ പ്രൈസിംഗ് സ്ട്രാറ്റജി പോലെ ഇരിക്കും. When the product is introduced into a market, we can use two strategies, skimming strategy or penetration. If it is skimming strategy, the unit price will be higher. If it is penetration, low price. Okay അല്ലേ? ഇനി what will be the unit production cost? പ്രൊഡക്ഷൻ കോസ്റ്റ് എങ്ങനെ ഇരിക്കുവാ? ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് അല്ല കേട്ടോ, പെർ യൂണിറ്റ് കോസ്റ്റ് ഇവർ ചോദിക്കണേ. പെർ യൂണിറ്റ് കോസ്റ്റ് ലോ ആയിരിക്കും ഹൈ ആയിരിക്കും? എന്തായിരിക്കും സജയ്? അഞ്ചിത ആരെങ്കിലും ഒക്കെ പറഞ്ഞോട്ടോ. ഞാൻ ഈ വീഡിയോ ഉള്ളവരെ പെട്ടെന്ന് ഇത് ചെയ്യണമെന്നേ ഉള്ളത്. ആർക്ക് വേണമെങ്കിലും പറയാം. എന്താണ് അഞ്ചിത പറഞ്ഞ? ഹൈ ആയിരിക്കും. ഹൈ ആയിരിക്കും. അതെ, സാബി അതെ, കറക്റ്റ് ആണ്. ഹൈ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഹൈ? ഫിക്സഡ് കോസ്റ്റ് കൂടുതലായിരിക്കും, നമ്പർ ഓഫ് യൂണിറ്റ്സ് കുറവായിരിക്കും. അതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാണ്. ഒന്ന്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഹ്യൂജ് പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ. ഹ്യൂജ് അല്ല, സോറി, ഇനിഷ്യൽ, രണ്ട് പോയിന്റ് മിക്സ് ആയി പോയി. ഇനിഷ്യൽ പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ ടു ക്രിയേറ്റ് customer awareness. Okay, so the company will be incurring initial promotional expenditure to create customer awareness. നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയിക്കണ്ടേ, മാർക്കറ്റിലേക്ക് വന്നിട്ടേ ഉള്ളൂ. So there will be huge promotional expenditure. Next, high cost of production. Okay, എന്താണ് അതിൻ്റെ ഒരു സബായിട്ട് നമുക്ക് പറയാം, ഹൈ FC ആൻഡ് ലോ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, പക്ഷേ നമ്പർ ഓഫ് യൂണിറ്റ്സ് വിൽ ബി റിലേറ്റീവ്ലി ലെസ് ഇൻ ദി ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ബി ഹയർ. ക്ലിയർ അല്ലേ? ശരി. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, R&D ഇനിഷ്യൽ R&D എക്സ്പെൻഡിച്ചറോ എക്സ്പെൻഡിച്ചർ. ഇതിനങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. ഓക്കെ, ഇതിൽ എഴുതണ പോയിന്റ്സ് തന്നെ എഴുതണം എന്നുള്ള ലിമിറ്റ് ഒന്നുമില്ല. കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് എഴുതാം, വേറെ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ എഴുതാം. അതാണ് നമ്മൾ ഈ കേസ് സ്റ്റഡിയിലേക്ക് കാണുന്നത്. വേറെ പോയിന്റ്സ് ഒക്കെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, അത് തന്നെ ഒന്നും എത്തണമെന്നില്ല. ബിക്കോസ് എന്താ വെച്ചാലേ, ഇപ്പോൾ പണ്ട് നമ്മൾ SM ഒക്കെ പഠിക്കുമ്പോൾ നമ്മളോട് പറയും
ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് തന്നെ എഴുതണം, അല്ലെങ്കിൽ IT-ലൊക്കെ അങ്ങനെയൊക്കെ പറയില്ല, ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് തന്നെ എഴുതണം. ഇതിൽ പക്ഷെ അങ്ങനെയല്ലടാ, അങ്ങനെ ചോദിക്കൂല. ഒന്നാമത് ഇത് ചോദിക്കൂല ഇങ്ങനെ, ആ ക്വസ്റ്റ്യനായിട്ട് കമ്പൈൻ ചെയ്തായിരിക്കും ചോദിക്കണത്. ന്യൂ പ്രോഡക്റ്റ് ഇപ്പൊ കണ്ടില്ലേ, ബോഗി, ഇങ്ങനെ ബോഗി. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ അതേ സെന്റൻസ് അതേ സംഭവം ഒന്നും വേണ്ട, നമ്മൾ ആ സിറ്റുവേഷൻ വെച്ചിട്ട് എഴുതിയാൽ മതി. പക്ഷെ എഴുതണമെന്നുണ്ടെങ്കിൽ കുറെ പോയിന്റ്സ് വേണം. ആ കുറെ പോയിന്റ്സ് നമ്മൾ ഉണ്ടാക്കി വെക്കണതാണ്. ബാക്കി നിങ്ങളുടെ കൈ പോലെ എല്ലാം സെറ്റാക്കിയാൽ മതി. ഓക്കെ ഓക്കെ ശരി. ഫസ്റ്റ് സ്റ്റേജ് എഴുതിയില്ലേ നമ്മൾ, ഇൻട്രൊഡക്ഷൻ. സെക്കൻഡ് സ്റ്റേജ് ഗ്രോത്ത് സ്റ്റേജ്. ഗ്രോത്ത് സ്റ്റേജിൽ ആദ്യം ഞാൻ ഗ്രോത്ത് സ്റ്റേജിനെ കുറിച്ച് ഒരു 2-3 ചെറിയ പോയിന്റ്സ് തരാം, എന്നിട്ട് നമുക്ക് സെല്ലിംഗ് പ്രൈസിന്റെ കാര്യം എഴുതാം കേട്ടോ. എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന്, എന്തുകൊണ്ടാണ് ഗ്രോത്ത് വരുന്നതെന്ന്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഒന്ന്, ഇവിടെ നമ്മൾ പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ ഒക്കെ ഇൻകർ ചെയ്ത്, ആദ്യം നമ്മൾ കുറച്ച് പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ ഒക്കെ ഇൻകർ ചെയ്ത്, അപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോണ, ഗ്രോത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? ബേസിക്കലി കസ്റ്റമേഴ്സ് ആർ ബിക്കമിങ് അവെയർ ഓഫ് ദ പ്രോഡക്റ്റ് അല്ലേ, ആൻഡ് ഗ്രാജുവലി ദ ഡിമാൻഡ് ഈസ് പിക്കിംഗ് അപ്പ്. അതുകൊണ്ടാണ് ആ ഗ്രോത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് സ്റ്റേജിന്റെ താഴെ എഴുതിക്കോ, product awareness would increase the demand of the product. Product awareness would increase the demand of the product. പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടും. സെക്കൻഡ്, ഡിമാൻഡ് കൂടുമ്പോൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ വിൽ ഇൻക്രീസ്. നമ്പേഴ്സ്, നമ്മുടെ പ്രൊഡക്ഷന്റെ സ്കെയിൽ കൂടും. പിന്നെന്തായിരിക്കും സംഭവിക്കുന്നത്? അടുത്ത ഗ്രോത്ത് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും കോമ്പറ്റീറ്റേഴ്സ് വിൽ സ്റ്റാർട്ട് എൻറ്ററിങ് ദി മാർക്കറ്റ്. കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിൽ വന്നു തുടങ്ങും. നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഗ്രോത്ത് ആയി, ഉറപ്പായിട്ടും റെവല്യൂഷണറി പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും ഇവല്യൂഷണറി പ്രൊഡക്ട്സ് ഒക്കെ വന്നു തുടങ്ങും. ഇവല്യൂഷണറി ആൻഡ് മീ ടു പ്രൊഡക്ട്സ് വിൽ സ്റ്റാർട്ട് എൻറ്ററിങ് ദി മാർക്കറ്റ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് will do reverse engineering and are likely to enter the market. അവർ വന്നു തുടങ്ങാനുള്ള ഒരു സമയമായി. ഓക്കെ, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഷുഡ് കണ്ടിന്യൂ. അത് കണ്ടിന്യൂ ചെയ്യണം ടു ഇൻക്രീസ് മാർക്കറ്റ് അവയർനെസ്. പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഷുഡ് കണ്ടിന്യൂ ടു ഇൻക്രീസ് മാർക്കറ്റ് അവയർനെസ്. സോ ഇതൊക്കെയാണ് ഗ്രോത്ത് സ്റ്റേജിൽ. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ 2 കാര്യത്തിനെ ഫോക്കസ് ചെയ്യുന്നത്, വാട്ട് വിൽ ഹാപ്പൻ ടു ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ടു ദ യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ്. സോ സെല്ലിംഗ് പ്രൈസ് ഈ സ്റ്റേജിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആക്ച്വലി ദ സെല്ലിംഗ് പ്രൈസ് വുഡ്, സ്കിമ്മിങ് ആണെങ്കിലേ പ്രൈസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ദ പ്രൈസ് വുഡ് റെഡ്യൂസ് പെനിട്രേഷൻ ആണെങ്കിലും വുഡ് കണ്ടിന്യൂ ദ സെയിം പെനിട്രേഷൻ. ഇതിലടാ ഒരു റൂള് പോലെ നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റൊന്നുമില്ല. അതായത് പെനിട്രേഷൻ സ്ട്രാറ്റജി ആണെങ്കിൽ പ്രൈസ് ഉറപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുമെന്ന് നമുക്ക് ചിലപ്പോൾ പറയാനൊന്നും പറ്റില്ല. പ്രൈസ് മാർക്കറ്റ് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് നമ്മൾ ആ പ്രൈസ് നിർത്തേണ്ടി വരും. ബിക്കോസ് സിറ്റുവേഷൻസ് ആണ് ഇതൊക്കെ. നമുക്ക് ഒരു റൂൾ, ഐ ആം ഫോളോയിങ് പെനിട്രേഷൻ സ്ട്രാറ്റജി സോ ഞാൻ ഇത് ചെയ്യും, അതായത് ഇത്തിരി നാൾ കഴിയുമ്പോൾ ഐ വിൽ ഇൻക്രീസ് മൈ പ്രൈസ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. I am following penetration strategy, but as I am trying to increase the price, new competitors are entering the market. So what, I'll have to match their prices. എനിക്ക് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ ഇതൊന്നും അങ്ങനെ റൂൾസ് അല്ല, ഇതൊക്കെ
എന്താ പറയുക, അങ്ങനെ നമുക്ക് കുറെ ഐഡിയാസ് ആണ്. അങ്ങനെ സ്ട്രിക്റ്റ് റൂൾസ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല. അപ്പൊ ക്വസ്റ്റ്യനിലൊക്കെ നോക്കുക, അവരുടെ സിറ്റുവേഷൻ ഒക്കെ നോക്കിയിട്ട് വേണം എഴുതാൻ. അല്ലാണ്ട് സിൻസ് ദ കമ്പനി ഈസ് ഫോളോയിങ് പെനിട്രേഷൻ സ്ട്രാറ്റജി ഇൻ ഗ്രോത്ത് സ്റ്റേജ് ദ കമ്പനി ക്യാൻ ഇൻക്രീസ് ദ പ്രൈസസ് എന്നൊന്നും പറയരുത്. അപ്പൊ നമുക്ക് പറയും നോർമലി പെനിട്രേഷൻ സ്ട്രാറ്റജിയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യാറാണ് പതിവ്, ബട്ട് സിൻസ് കോമ്പറ്റീറ്റേഴ്സ് ആർ എൻറ്ററിങ് ദ മാർക്കറ്റ് ദ കമ്പനി വിൽ ഹാവ് ടു മാച്ച് ദ പ്രൈസ് ഓഫ് ദ കോമ്പറ്റീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉള്ള എന്താണോ അതുപോലെ എഴുതണം. അപ്പോൾ സ്കിമ്മിങ് ആണെങ്കിൽ പ്രൈസ് വുഡ് റെഡ്യൂസ്, നോർമൽ സിറ്റുവേഷൻ ആണ് കേട്ടോ. പെനിട്രേഷൻ ആണെങ്കിൽ വുഡ് കണ്ടിന്യൂ ദ സെയിം ആണ്, അടുത്ത സ്റ്റേജിലാണ് റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. ഇനി പ്രൈസ് സ്കിമ്മിങ്ങിൽ പ്രൈസ് റെഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് എന്തിനു വേണ്ടിയാന്ന് പറയട്ടെ, ടു ഗെയിൻ മാർക്കറ്റ് ഷെയർ. ഓക്കെ, ബിക്കോസ് ഗ്രോത്ത് സ്റ്റേജ് ആണ്, നമുക്ക് മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൽ റെഡ്യൂസ് ദ പ്രൈസ്. ഇനി അടുത്തത് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ്. ഒരു കാര്യം ചെയ്യോ, ഇവിടെ ഇത്തിരിയില്ലേ സ്പേസ് കിട്ടും, ഇത്തിരി സ്പേസ് കിട്ടും കേട്ടോ. അല്ല, സെല്ലിംഗ് പ്രൈസ് അല്ലല്ലോ, യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇവിടെ കുറച്ച് സ്പേസ് കിട്ടും, വേറൊന്നിനുമല്ല. നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കണം. നേരത്തെ പോലെ ചിലപ്പോൾ കുറച്ച് നല്ല പോയിന്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ അത് ആഡ് ചെയ്ത് വെക്കാം ഇവിടെ. യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ്. യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോണത്? യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യോ റെഡ്യൂസ് ചെയ്യോ? ഇത് നോക്കിയിട്ട് പറ. ഇവിടെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ വിൽ ഇൻക്രീസ് അല്ലേ, സോ നോർമലി യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് വിൽ റെഡ്യൂസ്. ഓക്കെ, സോ യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇസ് ലൈക്ലി ടു റെഡ്യൂസ്. അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് എഴുതാനുണ്ട്. ലൈക്ലി ടു റെഡ്യൂസ് റീസൺസ് പോലെ എഴുതാം. നോക്കിയടാ, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? മെറ്റീരിയൽ, ലേബർ, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ഇത്രയൊക്കെയാണല്ലോ കോസ്റ്റ്. അപ്പോൾ റീസൺസിൽ ഓരോന്നിനെ കുറിച്ചും നമുക്ക് പറയാം. മെറ്റീരിയൽ കോസ്റ്റ് എന്ത് സംഭവിക്കും? സിൻസ് ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇസ് ഇൻക്രീസിങ്, we will be purchasing more material requirement will be higher, അല്ലെ? we will be purchasing more quantity. Okay, അപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ നോർമലി ദ സപ്ലയർ വിൽ പ്രൊവൈഡ് സം ക്വാണ്ടിറ്റി ഇൻസെൻറ്റീവ്, അല്ലെ? ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്തെങ്കിലും തരും, അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് കുറയും. ലേബർ കോസ്റ്റിന്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. ലേബർ കോസ്റ്റിലും ഇതെന്ത് സ്റ്റേജാണ്? ഗ്രോത്ത് സ്റ്റേജ് ആണ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആയിരുന്നു, ഇനി ഗ്രോത്ത് സ്റ്റേജ് ആണ്. സോ വാട്ട് ഇസ് ഗോയിങ് ടു, എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ദർ വിൽ ബി ആൻ ഇമ്പാക്ട് ഓഫ് ലേണിംഗ് കർവ്. ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു സാധനം പഠിക്കും, ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. ലേണിംഗ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് കർവ് states that as a person does a job repeatedly, the time taken for him to produce the unit will reduce എന്നാ പറയണത്, അല്ലെ? എല്ലാ സാധനവും അങ്ങനെയല്ലേ? ആസ് എ പേഴ്സൺ ഗെയിൻസ് എക്സ്പീരിയൻസ്, ടൈം ടേക്കൺ വിൽ റെഡ്യൂസ്. അതിനാണ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. അതിന്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കിയോ? ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ എന്ത് സാധനം ഇപ്പോൾ SCMPE പഠിക്കുകയാണ്, ഫസ്റ്റ് ടൈം പഠിച്ച് സെക്കൻഡ് ടൈം നമ്മൾ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ആൻസർ ചെയ്താൽ ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എടുത്ത അത്രയും സമയം വേണ്ടി വരത്തില്ല. മൂന്നാമത് ചെയ്യുമ്പോൾ വീണ്ടും സമയം കുറയും, അല്ലെ? എന്ത് ജോബും വെൻ വി ഗെയിൻ എക്സ്പീരിയൻസ് ദ ടൈം ടേക്കൺ വിൽ റെഡ്യൂസ്. അപ്പോൾ ടൈം കുറയുമ്പോൾ എന്ത് പറ്റും? ലേണിംഗ് കർവിന്റെ എഫക്റ്റ് കാരണം കൊണ്ട് ലേബർ കോസ്റ്റ് വിൽ റെഡ്യൂസ്. ക്ലിയർ അല്ലേ? നമ്മൾ പണ്ടൊക്കെ ഇപ്പൊ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നമ്മൾ ഇന്റർവ്യൂവിൽ പഠിച്ചത് 1 യൂണിറ്റ് ഉണ്ടാക്കാൻ 10 മണിക്കൂർ, അപ്പോൾ 5 യൂണിറ്റ് ഉണ്ടാക്കാൻ 5 × 10 50 hours, അങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചെയ്തത്. ഇനിയിപ്പോൾ ഫൈനലിൽ വരുമ്പോൾ അങ്ങനെയല്ല. ദർ വിൽ ബി ഇമ്പാക്ട് ഓഫ് ലേണിംഗ് കർവ്. 1 യൂണിറ്റ് ഉണ്ടാക്കാൻ 10 മണിക്കൂർ, 5 യൂണിറ്റ് ഉണ്ടാക്കാൻ ചിലപ്പോൾ 35 hours മതിയായിരിക്കും. അതിന് ലേണിംഗ് കർവിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. മനസ്സിലായ? അപ്പോൾ സിൻസ് ദർ ഇസ് ലേണിംഗ് കർവ്, ആ കോസ്റ്റ് കുറയും. ഇനി വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റും കുറയും, അല്ലേ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കുറയും. എല്ലാ കോസ്റ്റും കുറയാനാ പോണത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഫിക്സഡ് കോസ്റ്റ് കുറയണത് നമ്മുടെ ബേസ് കൂടിയില്ലേ, നമ്പർ ഓഫ് ഡിനോമിനേറ്റർ കൂടിയില്ലേ. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ റെഡ്യൂസ് ബിക്കോസ്
എന്താ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. നമ്മൾ കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ ഫിക്സഡ് കോസ്റ്റ് കുറയും. ഓക്കെ, അതേപോലെ ബാച്ച് സൈസ് കൂടുമ്പോൾ വേരിയബിൾ കോസ്റ്റും കുറയും. വേരിയബിൾ കോസ്റ്റും കുറയും ബാച്ച് സൈസ് കൂടുമ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോക്കിയേ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയണമെങ്കിൽ നമ്മൾ കേക്ക് അല്ലെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റാ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സാധനം കഴിക്കുക, ബണ്ണാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഫുഡ്. അപ്പോൾ നമ്മൾ ഓരോ ബാച്ചിൽ കൂടുതൽ ബൺ ഒറ്റയടിക്ക് അങ്ങോട്ട് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ കുറേ വേരിയബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റും ഉണ്ട്, ബാച്ച് ലെവൽ വേരിയബിൾ കോസ്റ്റും ഉണ്ട്. ഓക്കെ, ഓരോ ബാച്ചിന് വേണ്ടി ഇൻകർ ചെയ്യണ വേരിയബിൾ കോസ്റ്റ്, അങ്ങനത്തെ വേരിയബിൾ കോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. വെൻ ദ ബാച്ച് സൈസ് ഇസ് ഇൻക്രീസിങ് വേരിയബിൾ കോസ്റ്റ് പെർ ബാച്ച്. കേട്ടോ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനത്തെ സംഭവങ്ങൾ പഠിക്കും. വേരിയബിൾ കോസ്റ്റ് 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ആ വേരിയബിൾ കോസ്റ്റ് പെർ ബാച്ച് വിൽ റെഡ്യൂസ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ് കുറയും, ലേബർ കോസ്റ്റ് കുറയും, വേരിയബിൾ കോസ്റ്റ് കുറയും, ഫിക്സഡ് കോസ്റ്റ് കുറയും. ഓൾ കോസ്റ്റ് വിൽ റെഡ്യൂസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയോ പോയിന്റ് ആയിട്ട് റീസൺസ് ഇല്ലേ, അതിൽ increased production will result in increased material procurement. Increased production will result in increased material procurement. അപ്പോൾ എന്ത് കിട്ടും? therefore നമുക്ക് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് കിട്ടും. 2, ലേബർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. കാരണം ഇഫക്റ്റ് ഓഫ് ലേണിംഗ് കർവ്. ഇനി വേരിയബിൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. ലാർജ് പ്രൊഡക്ഷൻ ബാച്ചസ്, സിമ്പിൾ എക്സാമ്പിൾ പറയാം. എനിക്ക് പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞ പോലത്തെ എക്സാമ്പിൾ പറയാം. ഇപ്പം ഗ്യാസ് എന്ന് പറഞ്ഞാൽ, ഗ്യാസ് അല്ലെങ്കിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞ കോസ്റ്റ്, നമ്മളൊരു പാത്രത്തിൽ കുറച്ച് സാധനം ഉണ്ടാക്കിയാലും കുറേ സാധനം ഉണ്ടാക്കുമ്പോൾ വ്യത്യാസം വരില്ലേ? ഗ്യാസ് ഉറപ്പായിട്ട് പ്രൊപ്പോർഷണലൊന്നും ആയിരിക്കില്ല, പക്ഷെ എന്താ പറയുക, നമുക്ക് അത്രയും ഫ്യൂവൽ വേണ്ടി വരില്ല. അതായത് ഈ ഓൾമോസ്റ്റ് സെയിം ഫ്യൂവൽ വെച്ചിട്ട് നമുക്ക് ഇത്രയും യൂണിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ബാച്ച് ലെവൽ വേരിയബിൾ കോസ്റ്റ് കുറയും. ഓക്കെ, പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് കുറയില്ല. അങ്ങനെ ആലോചിച്ചാൽ ഇതെന്താ കൺഫ്യൂഷൻ ആവും. മനസ്സിലായി? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓരോ ബൺ ഉണ്ടാക്കാൻ നമുക്ക് 100 grams മൈദ വേണമെന്ന് വിചാരിക്കും. അതിൽ ചേഞ്ച് വരില്ല. എത്ര കൂടുതൽ ബൺസ് ഉണ്ടാക്കിയാൽ കൂടുതൽ ഫ്ലോർ വേണം. മനസ്സിലായ? പക്ഷെ ഇങ്ങനത്തെ കോസ്റ്റ് ഉണ്ട്, ഫ്യൂവൽ എന്നൊക്കെ പറയുന്ന ടൈപ്പ്, സെമി വേരിയബിൾ ടൈപ്പ് ഉള്ള ഒരു കോസ്റ്റ്. ആ കോസ്റ്റ് ഒക്കെ കുറയും എന്ത് കൂടി കഴിയുമ്പോൾ? വെൻ ദ ബാച്ച് സൈസസ് ഇൻക്രീസിങ്. ക്ലിയർ അല്ലടാ? ഓക്കെ, സെമി വേരിയബിൾ എന്നല്ല അതിന് പറയണത്, ബാച്ച് ലെവൽ വേരിയബിൾ കോസ്റ്റ് എന്നാ പറയണത് കേട്ടോ. ബാച്ച് ലെവൽ വേരിയബിൾ കോസ്റ്റ്. ഇനി ലാസ്റ്റ് വൺ, ഫിക്സഡ് കോസ്റ്റും എഴുതിക്കോ. ഫിക്സഡ് കോസ്റ്റ് വിൽ റെഡ്യൂസ്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് എഴുതേ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഫിക്സഡ് കോസ്റ്റ് per unit will reduce. Economy of scale എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറയുന്നത് പെർ യൂണിറ്റിനെ കുറിച്ചാണ്. ഓക്കെ, 9 മണി കുഴപ്പമില്ല, പെട്ടെന്ന് തീരും. അടുത്ത സ്റ്റേജ് എഴുതിക്കോ, മെച്യൂരിറ്റി സ്റ്റേജ്. മെച്യൂരിറ്റി സ്റ്റേജ്. അപ്പൊ നമുക്ക് ജസ്റ്റ് 2 പോയിന്റ്സ് എഴുതാം, നേരത്തെ എഴുതിയ പോലെ. മെച്യൂരിറ്റി സ്റ്റേജിൽ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രോത്ത് ഓഫ് സെയിൽസ് വുഡ് സ്റ്റാഗ്നേറ്റ്, അല്ല സാച്ചുറേറ്റ്. ഗ്രോത്ത് ഓഫ് സെയിൽസ്, മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഓഫ് സെയിൽസ് വുഡ് സാച്ചുറേറ്റ്. ഗ്രോത്ത് ഓഫ് സെയിൽസ്, ഒരു മിനിറ്റ് കേട്ടോ.
ഇതാണ് ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞ സംഭവം. മനസ്സിലായി? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓർ ഡെവലപ്മെന്റ് സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ്, മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അറ്റ് ഒരു പോയിന്റ് എത്തും, ദ സെയിൽസ് വിൽ സാച്ചുറേറ്റ് ആൻഡ് ഫ്രം ദർ ഡിക്ലൈൻ സ്റ്റേജ് സ്റ്റാർട്ട്സ്. ഓക്കെ, അതായത് പ്രൊഡക്റ്റ് ഈ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവാറായി, സെയിൽസ് കുറഞ്ഞു വരികയാണ്. സോ ഇതിനാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഓരോ സ്റ്റേജിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. ആക്ച്വലി ഞാൻ അതിവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ഇവിടെ വേണ്ട, നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാം. ഈ സ്ലൈഡ്സ് ഒന്നും നിങ്ങളിപ്പോൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ പഠിപ്പിക്കണില്ലേ ഇപ്പോൾ, ബിക്കോസ് അത് വേറെ ചാപ്റ്ററിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എഴുതണത് പഠിച്ചാൽ മതി, അതാണ് ക്വസ്റ്റ്യൻസിലൊക്കെ കൂടുതലും വരുന്നത്. നോട്ട്സ് പഠിച്ചാൽ മതി. വായിച്ചിരുന്നെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, മറ്റേ ചാപ്റ്ററിൽ യൂസ് ചെയ്യാം. സോ ഗ്രോത്ത് ഓഫ് സെയിൽസ് വുഡ് സാച്ചുറേറ്റ് എന്ന് എഴുതി. അടുത്തത് കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യും, ഹൈ കോമ്പറ്റീഷൻ, ലാർജ് നമ്പർ ഓഫ് റൈവൽസ്, അതൊക്കെയാണ് സംഭവിക്കാൻ പോണത്. ഹൈ കോമ്പറ്റീഷൻ, ലാർജ് നമ്പർ ഓഫ് റൈവൽസ്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി what is going to happen in maturity stage. So what will happen to the unit selling price? Selling price എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ കോസ്റ്റിൽ എന്ത് സംഭവിക്കും? സെല്ലിംഗ് പ്രൈസിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോണത്? ഫർദർ റിഡക്ഷൻ ഇൻ സെല്ലിംഗ് പ്രൈസ് ആണ്. ഓക്കെ, ഫർദർ റിഡക്ഷൻ ഇൻ സെല്ലിംഗ് പ്രൈസ് ബിക്കോസ് there are large number of rivals entering the market. So നമ്മൾ വീണ്ടും സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കേണ്ടി വരും. ഫർദർ reduction in selling price to retain sales volume. Heavy competition, huge competition alle. ഈ സ്റ്റേജിൽ റിഡക്ഷൻ ആയിരിക്കും കേട്ടോ എപ്പോഴും, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. നമ്മളിപ്പോൾ പെനിട്രേഷൻ പോളിസിയാണ് ഫോളോ ചെയ്യണമെങ്കിൽ പെനിട്രേഷൻ പോളിസി ആണെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിലൊന്നും പറയണില്ല, എനിക്ക് അങ്ങനെ വേർതിരിച്ച് പറയാം. പെനിട്രേഷൻ പോളിസി ആണെങ്കിൽ ഒരു മിനിറ്റ്, നമ്മുടെ സ്റ്റേജ് എങ്ങനെയാണ്? അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞില്ല, നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കാം തോന്നും കേട്ടോ. പെനിട്രേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സ്റ്റേജിലൊന്നും അങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ഞാൻ ഒന്ന് നോക്കട്ടെ, പെനിട്രേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും. ബിക്കോസ് എന്താണെന്ന് അറിയോ, പെനിട്രേഷനിൽ നമ്മൾ തിയറി പഠിക്കുന്നുണ്ട്, അണ്ടർ പെനിട്രേഷൻ സ്ട്രാറ്റജി അറ്റ് എ ലേറ്റർ സ്റ്റേജ് പ്രൈസ് വിൽ ബി ഇൻക്രീസ്ഡ് എന്ന്, അല്ലെ? പക്ഷെ ആ ഒരു കാര്യം ഏത് സ്റ്റേജിൽ വെച്ച് പ്രൈസ് ഇൻക്രീസ് ചെയ്യും അങ്ങനെ ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എങ്ങും പറയണില്ല. വെദർ ദ ഇൻക്രീസസ് ഇൻ ഗ്രോത്ത് സ്റ്റേജ് ഓർ മെച്യൂരിറ്റി സ്റ്റേജ് ഏതാണെന്നുള്ള കാര്യം അങ്ങനെ പറയണില്ല, അങ്ങനത്തെ ഒരു പോയിന്റ്. അത് കാരണം നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്താ എഴുതിയത്? ഫർദർ റെഡ്യൂസ് ടു റീറ്റെയിൻ സെയിൽസ് എന്ന് എഴുതി. വേറൊരു കാര്യം കൂടി ചെയ്യാം. റാദർ ദാൻ മെച്യൂരിറ്റി സ്റ്റേജിൽ ഒരു സ്ട്രാറ്റജി കൂടി ഉണ്ട്. റാദർ ദാൻ റെഡ്യൂസിങ് ദ സെല്ലിംഗ് പ്രൈസ്, companies may offer product add-ons and incentives. Company may or company can offer product add-ons and incentives. ഓക്കെ, പ്രൈസ് റെഡ്യൂസ് ചെയ്യില്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റിന് അഡീഷണൽ ആഡ് ഓൺസ് ഒക്കെ കൊടുക്കും. സെയിം പ്രൈസിന് വി വിൽ പ്രൊഡ്യൂസ് സം ആഡ് ഓൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കും. ഓക്കെ, ഇനി യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റിൽ വാട്ട് വിൽ ഹാപ്പൻ? കുറച്ച് സ്പേസ് കിട്ടോട്ടാ ഇവിടെ, ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ പോയിന്റ്സ് എടുക്കാൻ പറ്റും. സോ യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റിൽ വാട്ട് വിൽ ഹാപ്പൻ? യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. കാരണം ഇവിടെ വ്യത്യാസമൊന്നും വന്നില്ല. മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുമ്പോൾ സെയിൽസ് എന്താ സംഭവിക്കുന്നത്? സെയിൽസ് സാച്ചുറേറ്റിംഗ്,
സെയിൽസ് സാച്ചുറേറ്റ് ആവുകയാണ് ഒരു പോയിന്റിൽ പോയിട്ട്. സോ പ്രൊഡക്ഷൻ കോസ്റ്റ് വിൽ നോർമലി റിമെയിൻ കോൺസ്റ്റന്റ്. 2-3 കാര്യങ്ങൾ എഴുതാം. ഇവിടെ ഒരു കാര്യം സംഭവിക്കും. ഒന്ന്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ അല്ല, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. ഡയറക്റ്റ് ലേബറിന്റെ കേസിൽ ഇഫക്റ്റ് ഓഫ് ലേണിംഗ് കർവ് സീസസ്. ഈ ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് നിൽക്കൂല. അറ്റ് എ സ്റ്റേജ്, ഒരു സ്റ്റേജ് വരുമ്പോൾ എന്താണ്, ദ ടൈം ടേക്കൺ വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. അത് സെയിം ആവും. അതായത് ദ എഫക്റ്റ് ഓഫ് ലേണിംഗ് കർവ് വിൽ സീസ്. മനസ്സിലായടാ? അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി ചെയ്തു, ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ 10 മണിക്കൂർ എടുത്തു, രണ്ടാമത് ചെയ്തപ്പോൾ 8 hours എടുത്തു, മൂന്നാമത് ചെയ്തപ്പോൾ 6 hours എടുത്തു. പിന്നെ അത് അങ്ങനെ കുറഞ്ഞു 0 ഒന്നും ആവില്ല. ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്ത് ചെയ്യും? ദ എഫക്റ്റ് ഓഫ് ലേണിംഗ് വിൽ സീസ്. ഓക്കെ, അപ്പൊ അതാണ് ഈ മെച്യൂരിറ്റി സ്റ്റേജിൽ. ലാസ്റ്റ് സ്റ്റേജും കൂടെ എഴുതാം, അപ്പൊ കഴിയും. കുറച്ചേ ഉള്ളൂ. ഡിക്ലൈൻ സ്റ്റേജ്. ഡിക്ലൈൻ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? സെയിൽസ് സ്റ്റാർട്ട്സ് ടു ഡിക്ലൈൻ. മേ ബി ഡ്യൂ ടു, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കസ്റ്റമേഴ്സ് ടേസ്റ്റ്. ഓക്കെ, സെയിൽസ് ഡിക്ലൈൻ ചെയ്യും. ഇറ്റ് മേ ബി ഡ്യൂ ടു ചേഞ്ച് ഇൻ കസ്റ്റമേഴ്സ് ടേസ്റ്റ്, അല്ലെങ്കിൽ ടെക്നോളജി ബിക്കമിങ് ഒബ്സലീറ്റ്. അതൊക്കെ കൊണ്ടായിരിക്കാം. എന്തെങ്കിലും ഒന്നെങ്കിൽ ടെക്നോളജി മാറി, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് മാറി, അതുകൊണ്ട് സെയിൽസ് സ്റ്റാർട്ട്സ് ടു ഡിക്ലൈൻ. സെല്ലിംഗ് പ്രൈസിൽ എന്ത് സംഭവിക്കും എന്ന് എഴുതാം. സെല്ലിംഗ് പ്രൈസ് നോർമലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, സെല്ലിംഗ് പ്രൈസ് വിൽ ബി അറ്റ് marginal cost to flush out inventory. സോ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിൽസ് കുറഞ്ഞു വരികയാണ്. സോ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ദ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഫർദർ റെഡ്യൂസ്ഡ് ടു ഫ്ലഷ് ഔട്ട് ദി ഇൻവെന്ററി. കാരണം ടെക്നോളജി മാറി, അടുത്ത ടെക്നോളജി വരാൻ പോവാണ്. സോ നമ്മുടെ അടുത്തുള്ള ബാക്കിയുള്ള ഇൻവെന്ററി മുഴുവൻ നമുക്ക് എന്ത് ചെയ്യണം? സെയിൽ ചെയ്ത് കളയണം. സെയിലൊക്കെ കൂടുതൽ സംഭവിക്കണം അങ്ങനത്തെ സാധനങ്ങളായിരിക്കും. സെയിൽസിലൊക്കെ അടുത്ത വെർഷൻ വന്നിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? they want to sell off the previous version. അപ്പൊ അവരെന്ത് ചെയ്യും? സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഫർദർ റെഡ്യൂസ്ഡ്. നോർമലി നമ്മുടെ മാർജിനൽ കോസ്റ്റിനേലും കുറച്ച് കൂടുതലായിരിക്കും എന്നേ ഉള്ളൂ. ഹ്യൂജ് മാർജിൻ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ്. സോ നോർമലി ജസ്റ്റ് അബവ് ദ വേരിയബിൾ കോസ്റ്റ്. സെല്ലിംഗ് പ്രൈസ് വിൽ ബി ജസ്റ്റ് അബവ് ദ വേരിയബിൾ കോസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫ്ലഷ് ഔട്ട് ദി ഇൻവെന്ററി. ഓർ ഒരു കാര്യം കൂടി ചെയ്യും, റീപൊസിഷൻ ദ പ്രൊഡക്റ്റ്. ഒന്നെങ്കിൽ അങ്ങനെ സെല് ചെയ്ത് തീർക്കാൻ നോക്കും, അല്ലെങ്കിൽ റീപൊസിഷൻ ദ പ്രൊഡക്റ്റ് ടു എ ഫേവറബിൾ മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഫേവറബിൾ ആയിട്ടുള്ള വേറെ മാർക്കറ്റിലേക്ക് ഈ പ്രൊഡക്റ്റിനെ കൊണ്ടുപോകും. We'll change the product, we'll take the product from this market. ഇവിടത്തെ സെല്ലിംഗ് നിർത്തും. We'll reposition the product to another market. ചിലപ്പോൾ അടുത്ത് വേറെ കൺട്രീസിലൊക്കെ ടെക്നോളജി മാറാൻ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് അങ്ങനത്തെ കൺട്രീസിലോട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ നോക്കൂലേ, അങ്ങനെ we'll change the market. യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റിൽ എന്ത് സംഭവിക്കും? What will happen in unit production cost? എന്തായിരിക്കടാ നമുക്ക് സാധാരണ തോന്നാൻ തന്നെയാണ്. യൂണിറ്റ്സ് കുറഞ്ഞില്ലേ, അപ്പൊ എന്താ പറ്റണം? പ്രൊഡക്ഷൻ കോസ്റ്റ് ലൈക്ലി ടു ഇൻക്രീസ് ആണ്. ഓക്കെ, എന്ത് കാരണം കൊണ്ടാണ്? സെക്കൻഡ് പോയിന്റ് അല്ല, ലൈക്ലി ടു ഇൻക്രീസ് ബിക്കോസ് റിഡക്ഷൻ ഇൻ യൂണിറ്റ്സ് അല്ലെ. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഓഫർ ചെയ്തത് പോവും. വേരിയബിൾ കോസ്റ്റിന്റെ ബാച്ച് ലെവൽ വേരിയബിൾ കോസ്റ്റിൽ ബെനിഫിറ്റ് ഉണ്ടായിരുന്നില്ലേ, ദ ബെനിഫിറ്റ് ഇൻ ബാച്ച് ലെവൽ വേരിയബിൾ കോസ്റ്റ് വിൽ സീസ്. അതേപോലെ സിൻസ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഹാവ് അഗെയിൻ റെഡ്യൂസ്ഡ്, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ഇൻക്രീസ് അല്ലെ. ഇതൊക്കെ കൊണ്ട് വാട്ട് വിൽ ഹാപ്പൻ? യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇസ് ലൈക്ലി ടു ഇൻക്രീസ്.
ക്ലിയർ അല്ലേ? ശരി. അപ്പോ ഞാൻ ഒരു മിനിറ്റ് ഇപ്പൊ നിർത്താട്ടെ. നിർത്താം. ഈ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇല്ലേ, ഹോംവർക്ക് ആയിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 ട്രൈ ചെയ്തിട്ട് എനിക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മറ്റേ PBX ആ ഫോർമുലയുടെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഏത് സെല്ലിംഗ് പ്രൈസ് സെലക്ട് ചെയ്താലാണ് കോൺട്രിബ്യൂഷൻ കൂടുതലായിട്ട് കിട്ടുന്നത്. നമ്മൾ കോൺട്രിബ്യൂഷൻ അതൊക്കെ ഇന്റർവ്യൂവിൽ പഠിച്ചിട്ടുണ്ട്. കോൺട്രിബ്യൂഷന്റെ ഫോമിലേക്ക് അറിയാലോ, സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ്സ് ചെയ്ത ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ഇവിടെ കുറെ യൂണിറ്റ്സ് തന്നിട്ടുണ്ടാവും. അതായത് സെല്ലിംഗ് പ്രൈസും ഡിമാൻഡും തന്നിട്ടുണ്ട്. ഈ 5 ലെവലിലെയും കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് അറ്റ് വിച്ച് ലെവൽ കോൺട്രിബ്യൂഷൻ ഇസ് മാക്സിമം. ഓക്കെ, ഏത് ലെവലാണ് ആൻസർ നോക്കിയാലും നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും. അത് കുഴപ്പമില്ല. പിന്നെ പിന്നെ ഇതൊന്നും അതിൻ്റെ ജസ്റ്റ് ആൻസർ ഒക്കെ ഒന്ന് നോക്കിക്കോട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ മറ്റേ നമ്മൾ ആദ്യം പഠിച്ചില്ലടാ, എന്ത് സാധനമാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മോഡൽ പഠിച്ചില്ലേ? അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ട്രൈ ചെയ്യണം. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ചെയ്യാട്ടോ. പിന്നെ മൂന്നാമത്തേല് പ്രൈസിങ് സ്ട്രാറ്റജി കമ്പയർ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, കമ്പയർ പെനിട്രേഷൻ ആൻഡ് സ്കിമ്മിങ് പ്രൈസിങ് സ്ട്രാറ്റജി ഡ്യൂറിങ് ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് യൂസിങ് പ്രോഡക്റ്റ് എത്നിക് എന്നാ പറഞ്ഞേക്കണം. അപ്പൊ ഈ പ്രോഡക്റ്റിനെ വെച്ചിട്ട് പ്രൈസിങ് സ്ട്രാറ്റജി കമ്പയർ ചെയ്യണം. അപ്പൊ സ്കിമ്മിങ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, പെനിട്രേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വിത്ത് റീസൺ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ചേഞ്ചസ് ദാറ്റ് വുഡ് ബി എക്സ്പെക്റ്റഡ് ഇൻ ആവറേജ് യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ്. നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം ഇതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ നോട്ട്സിലേക്ക് ആഡ് ചെയ്തേക്കണം. മനസ്സിലായോ? എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ ആഡ് ചെയ്തേക്കണം. അതേ സെന്റൻസ് ഒന്നും വേണ്ട, നമുക്ക് എല്ലാ ക്വസ്റ്റിനും വേറെ, ഇത് തന്നെ ഇനിയും വേറെ ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ട്. അപ്പൊ വേറെ സെന്റൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിൽ നമുക്ക് എത്തിക്കാൻ പറ്റില്ല. പക്ഷെ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തോ. റിവിഷന്റെ ടൈമിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, അപ്പൊ ശരി, ബാക്കി നമുക്ക് നാളെ നോക്കാം. നാളെ നമ്മൾ ലേണിംഗ് കർവ് തിയറി എന്ന് പറഞ്ഞൊരു കറക്റ്റ് ടൈമിൽ തന്നെ ലേണിംഗ് കർവ് തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അത് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള ബേസ് തിയറി ആണ്. അത് പഠിപ്പിച്ചിട്ട് നമുക്ക് ലേണിംഗ് കർവ് തിയറിയുടെ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ബൈ. Thank you, sir. Okay, good night. Thank you, sir. Great. Thank you, sir. Thank you, sir. Okay.